ശ്രീമദ് ഭാഗവതം ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, മാറ്റിയെടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉൾദർശനം, ആന്തരിക ദർശനം, അതിലെ സത്ത്, ഇത് എത്രമാത്രം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രായോഗികമാക്കണം. ഈ ഭാഗവതം രാമായണം എന്നൊക്കെ പറയുന്നത്, അത് പലരും അതിനെ വിമർശിക്കുന്നതൊക്കെ കാരണം അത് നമ്മളത് ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ളൊരു സ്റ്റോറി മാത്രമായിട്ട് കാണുമ്പോഴാണ്. വാട്ട് ഈസ് എ പ്രൂഫ് ഓഫ് ഭാഗവതം എന്ന് വെച്ചാൽ നമ്മളത് ജീവിക്കുമ്പോഴാണ് അത് പ്രൂഫ് ആവുന്നത്, അത് എവിഡൻസ് ആവുന്നത്. അപ്പം ഭാഗവതത്തിലൂടെ പലതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കും. അതിൽ ചില സന്ദേശങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. നോക്കൂ, ഇന്ന് മാനേജ്മെന്റിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ വലിയ വലിയ പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിളൊക്കെ പഠിപ്പിക്കണം, പല ടിപ്സുകളും പഠിപ്പിക്കണം. അപ്പം ഇതൊക്കെ പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല അറിവുകൾ ആരോ എഴുതി വെച്ച പുസ്തകത്തിൽ നിന്നും കൊടുത്ത് അതിനെ പ്രായോഗികമാക്കുക ആൾക്കാർ. ഭാഗവതം പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, ഒരു 90% ഭാരതത്തിലെ ഈ മാനേജ്മെന്റ് എക്സ്പേർട്ടുകൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ കടമെടുക്കുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. പലപ്പോഴും അവർ തുറന്ന് എഴുതാറില്ല എന്ന് മാത്രം. എനിക്ക് തന്നെ അറിയുന്ന ഒരു ഡോക്ടർ വിജയനുണ്ട്, വലിയ വലിയ മാനേജ്മെന്റ് എക്സ്പേർട്ടാണ് അദ്ദേഹം, ട്രിവാൻഡ്രത്തുള്ള. 100-പരം പുസ്തകങ്ങൾ മാനേജ്മെന്റിനെ കുറിച്ച് എഴുതിയത്. അദ്ദേഹം ആത്മാർത്ഥമായി പറയും, എൻ്റെ എല്ലാ പുസ്തകങ്ങളിലെയും കാതലായ സന്ദേശം ഗീതയിൽ നിന്നാണെന്ന്. കാരണം ഞാൻ ഗീത എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആ പുസ്തകം വിറ്റുപോവില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു കേരളമാണല്ലോ ഇത്. അല്ല, കേരളത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ അതാണ്. ഹിന്ദുവിൻ്റെ ഒരു അജ്ഞതയാണ് വാസ്തവത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളുടെ മഹത്വം അങ്ങോട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ. അപ്പോൾ നമ്മൾ ഭാഗവതം തന്നെ നോക്കൂ, നിങ്ങൾ കുറച്ച് പ്രായമുള്ളവര് വായിക്കുന്ന പുസ്തകമായി മാറി. അപ്പം ചെറുപ്പക്കാരുടെ വിചാരം എന്താണ്? അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചവരുടെ പുസ്തകമാണത് എന്നാണ്, ഇങ്ങോട്ടുള്ളവരല്ല. അല്ല, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്ന ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രായമുള്ള കുറേ അമ്മമാരും മുത്തശ്ശന്മാരും അവരാണ് ഭാഗവതം കേൾക്കാനുണ്ടാവുക. അപ്പം നമ്മൾ ഉറപ്പിച്ചതാണ്, ഇവര് വിസയൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ ഓക്കെ ആക്കി ലാസ്റ്റ് പോവാൻ നേരത്തെ ഇതൊക്കെ ഒന്ന് കേൾക്കാൻ പോവാണ് എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആണോ അല്ലയോ? സത്യം പറയും, ഇത് ചെറുപ്പക്കാർക്കുള്ളൊരു കൃതിയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം പ്രായമായാൽ ഈ ചാവാ നേരത്ത് കുഴിയിലേക്ക് കാല് നീട്ടുമ്പം ഭാഗവതം കേട്ടിട്ട്, ചില മാങ്ങയൊക്കെ ഉണ്ടല്ലോ മൂത്ത് പഴുത്ത് കണ്ണി അറ്റ് നിൽക്കാൻ നിൽക്കുന്നത്, ആ സമയത്ത് ഒരു കേൾക്കാനുള്ളൊരു സാധനമായിട്ടാണ് ആളുകൾ. അതുകൊണ്ടാണ് ഈ ആലപ്പുഴ, തിരുവനന്തപുരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സപ്താഹത്തിന്റെ അടുത്തേക്ക് പോലും വരാതെ ഊണും കഴിച്ചിട്ട് പോകുന്ന ആൾക്കാർ. കാരണം കണ്ണിയേറ്റ് വീണാലോ എന്ന് പേടിച്ചിട്ട്. ഇത് കേട്ടിട്ടെങ്ങാനും ഇനി മോക്ഷം കിട്ടിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് അവരാ വഴിക്ക് വരില്ല. സപ്താഹം ഒരു ഭാഗത്ത് നടക്കുന്നത് അവരപ്പുറത്ത് ഊണും കഴിച്ച് ഒറ്റ മുങ്ങലാണ്. എങ്ങാനും അതിൻ്റെ അടുത്ത് വന്ന മോക്ഷം കിട്ടുമെന്നൊരു പേടി. കാരണം ഇതിനെ അങ്ങനെ ഒരു കൃതിയാക്കി അവതരിപ്പിച്ചു. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ കുറച്ചൊരു സയൻസും ഇതിൻ്റെ പ്രായോഗികതയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഭാഗവതത്തെക്കുറിച്ചൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ ഇത് കാലഘട്ടത്തെ അതിവർത്തിക്കുന്ന ഒരു ഉത്തമ ജീവിത ശാസ്ത്രമായി മാറും. ലോകത്തിൻ്റെ മുന്നിൽ നല്ലൊരു ജീവിതം നയിക്കണമെങ്കിൽ ഇതുപോലുള്ളൊരു കൃതിയിൽ നിന്നും കാര്യങ്ങളെ ഉൾക്കൊള്ളണം, ചെറുപ്പത്തിലേ ഉൾക്കൊള്ളണം. ഭാഗവതത്തിലെ ഒരു പ്രസിദ്ധമായ വരിയാണ് കൗമാര ആചരീത് പ്രാജ്ഞ എന്ന്. കൗമാര ആചരീത് പ്രാജ്ഞ, ഇത് നമ്മൾ കേൾക്കും, പ്രഹ്ലാദന്റെ കഥയിൽ വരാൻ പോകുന്ന വരികളാണ്. അതായത് കുട്ടിക്കാലത്ത് തന്നെ വേണം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക ചെറുപ്പത്തിൽ തന്നെ. ഇപ്പൊ നമുക്കൊരു പുതിയ സയൻസ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, അനാട്ടമി ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്, ഫാർമസി ഉണ്ട്, ഇങ്ങനെ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള പോലെ ഒരു ലൈഫ് സയൻസ്. എന്താണ്
ലൈഫ് സയൻസ്, ജീവിതശാസ്ത്രം. അപ്പം ഈ ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കണം ലൈഫ് എന്ന് പറയുന്നത് എന്താണ്. അതാണ് അടിസ്ഥാനം മനസ്സിലാക്കണം. ഇപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം മൈൻഡ് ഈസ് ലൈഫ് എന്ന്. എവിടുന്നാണ് ജീവിതം തുടങ്ങുന്നത്? മനസ്സുണരുന്നിടത്തുനിന്നാണ് ജീവിതം തുടങ്ങുന്നത്. മനസ്സുണർന്നില്ലെങ്കിൽ എന്തില്ല, ലൈഫ് ഇല്ല നമുക്ക്. ശരിയാണോ ഞാൻ പറയണത്? ബ്ലൈൻഡ്ലി നിങ്ങൾ വിശ്വസിക്കേണ്ട, ബ്ലൈൻഡ്ലി നിങ്ങൾ എടുക്കണ്ട. മനസ്സുണർന്നാലല്ലേ ജീവിതമുള്ളൂ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. കാലത്ത് മനസ്സുണർന്നില്ലെങ്കിൽ ജീവിതമുണ്ടോ? രാത്രി ഉറക്കത്തിൽ മനസ്സ് ഉറക്കത്തിലേക്ക് സ്ലിപ്പ് ചെയ്തു പോയാൽ, ഉറക്കത്തിലേക്ക് പോയാൽ ലൈഫ് ഉണ്ടോ? ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ലൈഫിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? ഉണ്ടോ? അല്ലാത്തവർക്കും ഇല്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു പൊരുത്തൻ തുണിയില്ലാതെ കിടക്കണു. ഞാൻ വിചാരിച്ചു നാഗസന്യാസിയാണെന്ന്. അപ്പൊ സമാധിയിലായതവൻ. സർക്കാർ പിന്നെ അങ്ങനെ സമാധിയിലാക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് നാഗസന്യാസിയുടെ ആവശ്യമില്ല. അത് നോക്കൂ നിങ്ങൾ. അപ്പം ആ മദ്യത്തിന്റെ ലഹരിയിലോ ഒരുത്തൻ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവന് ബോധമില്ലെങ്കിൽ ഉടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും അവൻ അറിയുന്നില്ല. അവന്റെ ലോകം വേറെയാണ്. അപ്പോൾ ഒരാളുടെ ജീവിതം തുടങ്ങുന്നത് മനസ്സ് ഉണരുന്നതോടുകൂടിയാണ്. ആണോ? എന്താണ് മനസ്സ് എന്ന് പഠിക്കുന്നതാണ് ലൈഫ് സയൻസ്. എന്താണ് മനസ്സ്, എങ്ങനെയുള്ളൊരു മനസ്സാണെങ്കിലാണ് നമുക്ക് ഇവിടെ തന്നെ ആത്മശക്തി, ആത്മസുഖം, അതുപോലെ ആത്മശക്തി, ആത്മസുഖം, അതുപോലെ തന്നെ മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ആത്മവികാസം നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കുക വേണ്ടതല്ലേ? ഈ ഒരു വികാസം മനുഷ്യർക്കുണ്ടായാൽ, ഈ ഒരു വലിപ്പമുണ്ടായാൽ, നിങ്ങൾ നോക്കൂ, നമുക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും എന്ന് മാത്രമല്ല ജീവിത പ്രതിസന്ധികളെ നമുക്ക് നേരിടാനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സ്വയം ഒരു ആത്മസുഖത്തിൽ ജീവിക്കാനും സാധിക്കും. അത് ചെറുപ്പത്തിലേ അതിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആത്മസുഖം ലഭിക്കുക? അപ്പം വേറെ ലഹരിയിലേക്ക് പോവില്ലേ മനുഷ്യൻ? അവരെ ലഹരിയിലേക്ക് വഴിതെറ്റിക്കാൻ ആർക്കും ഇന്ന് ലഹരി അല്ല പ്രശ്നം. ലഹരി അന്നുമുണ്ട്, ലഹരി എന്നുമുണ്ട്. ലഹരി ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും നിങ്ങൾക്ക് അറിയില്ല, ലഹരി ലീഗലൈസ് ചെയ്തു അവര്. കാരണം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അറിയൂ നിങ്ങൾക്ക്? മരിഞ്ചുവാന അവരുടെ ഭാഷയിൽ ഇതവർ ലീഗലൈസ് ചെയ്തു. കാരണം അവർക്ക് വേറെ വഴിയില്ല. കാനഡയിൽ ലീഗലൈസ് ചെയ്തു, ജർമ്മനിയിൽ ചില സ്ഥലത്ത് ലീഗലൈസ് ചെയ്തു. അല്ല എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇങ്ങനെ ലഹരി ഇല്ലാത്തൊരു ലോകത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ വിക്റ്റിമാവാതിരിക്കാൻ അതിലും വലിയൊരു ലഹരിയാണ് ആത്മലഹരി. നിങ്ങൾ നോക്കൂ, ശരിക്കും സത്യം പറഞ്ഞാൽ കാലത്തെണീറ്റ് അമ്പലത്തിൽ പോവുക, കുറച്ചു നേരം ഒരു ജപിച്ച് അവിടേക്ക് ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നാൽ അതിൻ്റെ ഒരു സുഖം തട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു ലഹരിയിലേക്ക് അത്ര എളുപ്പത്തിലൊന്നും കാരണം മനസ്സിലാവും. മറ്റു ലഹരിയിലേക്ക് പോകുമ്പോൾ തന്നെ എവിടെയോ എനിക്ക് ചില വീഴ്ചകൾ, എവിടെയോ എനിക്ക് ദുർബലതകൾ, എവിടെയോ ചില തളർച്ചകൾ എൻ്റെ കൂടെ വരുന്നുണ്ട് എന്നുള്ളത്. ആണോ അല്ലയോ? അതുകൊണ്ടല്ലേ ഈ ലഹരി ഉപയോഗിക്കുന്നവൻ ഒരു ദിവസം ഇതൊക്കെ വിട്ടിട്ട് നല്ല പാതയിലേക്ക് വരുന്നത്? ആണോ? എന്തുകൊണ്ടാണ് അവർക്ക് മനപരിവർത്തനം വരുന്നത്? മദ്യപാനികൾ മാറുന്നില്ലേ? ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ ശബരിമല വ്രതം എടുക്കുമ്പോൾ ഈ മദ്യപാനികളുണ്ടല്ലോ, മദ്യം കഴിക്കുന്നവരൊക്കെ ശബരിമല വ്രതം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സമയം സത്യം പറഞ്ഞാൽ അവർ പറയാണ്, ഈ കള്ളു കുടിക്കുന്നതിനേക്കാൾ ഒരു വലിയൊരു ആനന്ദമാണ് അതെന്നാണ്. മനസ്സിലായില്ലേ? ഒന്നിച്ചിരുന്ന് ഭജനകൾ പാടുന്നു, പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ആണോ അല്ലയോ? ഇതൊരു ലഹരി തന്നെയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു ലഹരി. അതുകൊണ്ടാണ് ഇതിനെ ആനന്ദലഹരി എന്ന് എന്താ പറഞ്ഞത്? ആനന്ദലഹരി, ആത്മലഹരി. ആദിശങ്കരാചാര്യ സ്വാമികൾ പേരിട്ടിരിക്കുന്നത് സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി. കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ? കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഋഷിവര്യന്മാർ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ ഒരു രസം, ഈ ഒരു സുഖം മനുഷ്യൻ അനുഭവിക്കണം. അത് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ആ വഴി തെറ്റിച്ചത്. കാരണം കുറച്ച് സമയം നിവർന്നിരുന്ന് ജപിക്കുന്ന
സംസ്കാരം വീടുകളിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആ ഒരു സംസ്കാരത്തിൻ്റെ ശക്തി കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊരു സുഖത്തിലേക്കും ആത്മസുഖത്തിലേക്കും വരുമായിരുന്നു. വാസ്തവത്തിൽ നമുക്ക് ആ ആത്മീയത ഒട്ടുമില്ലാത്ത ഒരു അന്തരീക്ഷമായി പോയി ഹിന്ദു മതത്തിന്. ഇസ്ലാം മതത്തിന് നമ്മൾ നോക്കുക, ഒരു കാര്യമുണ്ട്, ഞാൻ അക്കാര്യത്തിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരാ രാവിലെ എണീറ്റുള്ള നിസ്കാരങ്ങളും ഖുർആൻ പഠനങ്ങളൊക്കെ കൊണ്ടു നടന്നതുകൊണ്ട് അവരിടയിൽ ആ ഐക്യവും ഒത്തൊരുമയും നമ്മളെക്കാളും കൂടുതൽ ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഉണ്ടോ? അവരെ വളർന്ന് പന്തലിച്ച് ഇപ്പം അടുത്തൊരു ഇലക്ഷനിൽ അവരിപ്പോഴേ തീരുമാനിച്ചു മുഖ്യമന്ത്രി ഞങ്ങളുടെയാണെന്ന്. അതൊക്കെ പറയാൻ നോക്കൂ, ഹിന്ദുക്കളെക്കാളും ഭൂരിപക്ഷം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അവർക്കത് പറയാൻ സാധിക്കുന്നെങ്കിൽ അവരുടെ ഇടയിലുള്ള ഐക്യബോധമാണ്. എന്നാൽ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾക്കത് പറയാൻ സാധിക്കാത്തതിന് കാരണം ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെയൊരു ഐക്യമില്ല. അതവർ മതചടങ്ങ് കൊണ്ട് മാത്രം നേടിയെടുത്ത ഐക്യമാണ്. ആണോ? മതചടങ്ങ് കൊണ്ട് മാത്രം നേടിയെടുത്ത ഐക്യമാണ്. ആണോ അല്ലയോ? കാലത്തെണീക്കുക, അവരെ രാവിലത്തെ നിസ്കാരം ചെയ്യുക, ഖുർആൻ പഠിക്കുക, അതിന് ഗവൺമെന്റ് കൂടെ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഹിന്ദുവിൻ്റെ ടാക്സിൽ നിന്നും അവർക്കതിനുള്ള കുറച്ചൊക്കെ സൗകര്യങ്ങളും കൺസെഷനും ഒക്കെ കൊടുക്കുകയും ചെയ്തു. ആണോ അല്ലയോ? എന്നാൽ നമ്മുടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നമ്മുടെ ഹിന്ദു ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ എന്തെങ്കിലും സംവിധാനമുണ്ട്? അപ്പൊ ഗുരുവായൂരിൽ 4-5 കോടി രൂപ വരുന്നതാണ് ഒരു വർഷം, ഒരു മാസം. പക്ഷെ ഇവിടെ എത്രയോ വ്യത്യാസമുണ്ട്. ഗുരുവായൂരിൽ പണ്ടത്തെ ഇതിനേക്കാളൊക്കെ എത്രയോ വ്യത്യസ്തമാണ്. നാരായണീയത്തിന് വേണമെങ്കിൽ നന്നാവാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷെ ഹിന്ദുവിന് നന്നാവാനുള്ളൊരു യോഗം ഇല്ല. എല്ലാവർക്കും തൊഴുതുപോയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഒരു നാമജപ സംസ്കാരം, ഒരു ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതിൽ ഹിന്ദുക്കൾ വളരെ 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 പുറകിലാണ്. ഇതിൽ നമ്മൾ തന്നെ മാറ്റം വരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഹിന്ദുമതത്തിന് രക്ഷപ്പെടാനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കും. അതിനാണ് നിങ്ങളൊക്കെ ഈ ഭാഗവതം കേൾക്കുന്നത്. സത്യത്തിലല്ലോ നമ്മൾ ചെറുപ്പക്കാർ കുറച്ചുപേര് ഇതൊന്ന് വായിക്കാനും ഇത് പഠിക്കാനും ഒന്ന് മുന്നോട്ട് വന്നാൽ നല്ല അവസരങ്ങളുണ്ട്. നമുക്ക് നല്ല അവസരങ്ങളുണ്ട്. കാരണം ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യും, അല്ലേ? കുറേയൊക്കെ ലൈഫിൽ ചില മാനേജ്മെൻറ്റുകൾ എന്ന് മാത്രമല്ല. നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം, ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഈ കാര്യം പഠിക്കുകയും അല്ലെങ്കിൽ നിങ്ങളിത് വായിക്കുകയും 10 പേർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബെനിഫിഷ്യറി ആരാന്നറിയോ? നിങ്ങളാണ്. കാരണം ഇത് പറഞ്ഞു കൊടുക്കും തോറും ഇത് പ്രിന്റ് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ആർക്കായിരിക്കും? ഞാൻ ഈ ഭാഗവതം ഇങ്ങനെ എക്സോസ്റ്റ് ചെയ്ത് പഠിച്ച ആളൊന്നല്ല, ഉള്ളു പറയാലോ. ഇത് പറഞ്ഞിട്ട് പ്രിന്റ് കയറുന്നതാണ്. മനസ്സിലായില്ലേ? അല്ലാതെ എൻ്റെ ഉള്ളിൽ കയറിയതല്ല അത്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അവനവൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കത് പഠിക്കാൻ എളുപ്പമായൊരു വഴി ആരാത്? അവനവൻ തന്നെയാണത്. അവനവനാണ്. നമ്മൾ 10 പേർക്ക് ഒരു ക്ലാസ് എടുക്കുക, അങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഇതങ്ങനെ ശീലമാകുമ്പോൾ ജീവിതത്തിൽ തന്നെ അത് ഒരു മാറ്റമായി മാറും. പക്ഷെ അതിനൊരു ധൈര്യം കാണിക്കണം. എല്ലാവരും പറയുന്നത് അറിയോ? എനിക്ക് പറഞ്ഞു കൊടുക്കണമൊക്കെ എന്നുണ്ട്, പക്ഷെ ആളെ കിട്ടില്ല എന്ന്. നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കൂ, കുറച്ച് വായിക്കൂ, കുറച്ച് മനസ്സിലാക്കൂ. ഇങ്ങനെയാണ് ഇത് പ്രചരിപ്പിച്ചെടുക്കേണ്ടത്. ഈ കേരളത്തിൽ ഹിന്ദുക്കളൊന്ന് ഉണരാൻ തുടങ്ങിയത്. സത്യത്തിൽ ഇന്ന് ഹിന്ദുവിന് നല്ല കാലാവസ്ഥയുള്ള ഒരു കാലമാണ്. കാരണം സത്യത്തിൽ പണ്ടത്തെ ഇതിനേക്കാളും ഇന്ന് ഇതിലേക്കുള്ളൊരു താല്പര്യം ആളുകളിൽ ഞാൻ കൂടി വരുന്നതാണ് കാണുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സ്ഥലം, ഞാൻ കാഞ്ഞങ്ങാട് സപ്താഹം നടത്തണ്ടേ കടൽ തീരത്ത്. ഇപ്പം സംഘാടകർ അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു മാക്സിമം പോയാൽ അവർ പറഞ്ഞു സ്വാമിജി ഒരു 2000 പേരൊക്കെ വരിയിരിക്കുന്നു. പക്ഷെ ഒരു 5000-ലധികം ആളുകൾ ആ കടലിൻ്റെ പോലെ തന്നെ ആൾക്കാർ. ഇത് അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയും ജനങ്ങൾ ഇതിലേക്ക് വരൂ എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്കറിയാം ആ ഭാഗങ്ങളൊക്കെ CPM-ന്റെ അടി ഉറച്ച സ്ഥലങ്ങൾ വേണം. അവർക്ക് അത്രയും വിശ്വാസമില്ലാത്തൊരു സ്ഥലം, ഇവരൊക്കെ വരൂ ഇതിലേക്ക്. അപ്പം CPM പൊതുവെ ഇക്കാര്യത്തിലൊരു
അത്ര ഒരു ഫേവറബിൾ മൈൻഡ് കാണിക്കുന്നവരല്ലല്ലോ എന്നുള്ളൊരു ബോധത്തിൽ. പക്ഷെ അവരുടെ കണക്കുകൂട്ടുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് 4000-5000 ആളുകൾ, അതും ആ ഊണിനൊക്കെ നിർത്തുന്നത് വരെ ഒരാളും അവിടെ നിന്ന് എണീക്കില്ല. അതാണ് അത്ര ഒരു ഡിസിപ്ലിൻഡ് ക്രൗഡ്. മനസ്സിലായില്ലേ ഞാൻ പറയണത്? എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് നേരിട്ട് അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ ഇത് തന്നെ മനസ്സിലാക്കിക്കൂടെ നിങ്ങൾക്ക്? കേരളത്തിൽ ഒരു ആത്മീയതയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് വളരെ കൂടിക്കൂടി വരികയാണ്. എന്നാൽ നമ്മുടെ കുട്ടികൾ ഇതിൽ നിന്ന് വളരെയധികം അകന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു സത്യം കൂടി നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവർ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്കും അവർ DJ പാർട്ടികളിലേക്കും, മനസ്സിലായില്ലേ, അവർ വേണ്ടാത്ത കാര്യങ്ങളിൽ അവർക്ക് താല്പര്യം പണ്ടത്തേതിനേക്കാളും ഒരു വശത്ത് വേറൊന്നാണെങ്കിൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഉള്ള കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, അവർക്കാണ് വളരെ വൈകി കല്യാണം. ആണോ? ഹിന്ദുക്കൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാര്യത്തിൽ, ആണോ അല്ലയോ? അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ആത്മീയമായ ഒരു ബന്ധം, എനിക്ക് തോന്നുന്നു പഴയ കാലത്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അച്ഛനമ്മമാരോടുണ്ടായിരുന്ന ബന്ധം ശരിക്കും ഒരു ബ്ലഡ് റിലേഷൻ ആയിരുന്നില്ല അത്. കാരണം സന്ധ്യയ്ക്കൊക്കെ നാമം ചൊല്ലി ഉണ്ടാക്കിയെടുത്ത ഒരു ആത്മീയമായൊരു ബന്ധമായിരുന്നു. ഇന്ന് അച്ഛനമ്മമാർക്ക് മക്കളോട് അങ്ങനെ ഒരു ബന്ധമില്ലാത്തതിന് കാരണം മക്കളും അച്ഛനമ്മമാരും തമ്മിൽ ഒരു ആത്മീയ ബന്ധം പണ്ടത്തെ പോലെ ഇല്ല. ശരിയാണോ ഞാൻ പറയണത്? ശരിയാണോ? ഇത് നമുക്ക് തിരിച്ചെടുത്തേ പറ്റുള്ളൂ. കാരണം ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലിൻ്റെ ചോട്ടിലെ മണ്ണ് ചോർന്നു പോവുക അല്ലെങ്കിൽ ഒലിച്ചു പോവുക എന്നൊക്കെയുള്ള ഭാഷ പറയില്ലേ, ഇന്ന് ഹിന്ദുവിനത് അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് നമ്മൾ നമ്മുടെ അസ്തിത്വം നിലനിർത്തിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വക്കിലെത്തി നിൽക്കുക. നിങ്ങൾക്ക് അറിയില്ല, പോപ്പുലേഷൻ എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ഒരു 50% നിന്നും താഴെ പോകുമ്പോൾ കുറേ കഴിഞ്ഞാൽ നമ്മളിവിടെ മൈനോറിറ്റിയായി മാറുന്നത് അതിവിദൂരതയിലല്ല എന്ന് ചിലരൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം ഹിന്ദുമത സമ്മേളനം ഉണ്ടായിരുന്നു ആറാട്ടുപുഴയിൽ വെച്ചിട്ട്. അപ്പോൾ കേരളത്തിലെ തന്നെ ഒരു റിട്ടയേർഡ് SP അദ്ദേഹമായിരുന്നു ആ സംഗമത്തിൻ്റെ ഒരു സഭയിലെ പ്രാസംഗികൻ, പ്രധാന സ്വാഗത പ്രാസംഗികൻ. SP ആണ് അദ്ദേഹം. കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയുകയാണ്. SP ആണ്, റിട്ടയേർഡ് SP ആണ്. അദ്ദേഹമാണ് കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയുന്നത്, ഇങ്ങനെ പോയാൽ ഇത്ര വർഷം കൊണ്ട് ഹിന്ദു ഒരു മൈനോറിറ്റി ആയി തീരുന്നു. ഇത് ഒരു രാഷ്ട്രീയ പ്രാസംഗികനെയാണെങ്കിൽ നമുക്ക്, ഒരു RSSകാരനോ BJPക്കാരനോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഹിന്ദുവിനോടുള്ള അമിതമായൊരു ഇഷ്ടം കൊണ്ടാണെന്ന്. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത ആള് ഓരോ ജില്ലയിലെയും കണക്കുകൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുക. വളരെ മാത്തമെറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കാണ് അവതരിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഞാൻ തന്നെ ഇരുന്ന് ഞെട്ടിപ്പോയി, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ ഉണ്ടെന്ന്. അപ്പൊ ആലോചിച്ച് നോക്കൂ ഹിന്ദുവിൻ്റെ അവസ്ഥ ഓരോ ജില്ലകളിലും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഹിന്ദുക്കൾ വളരെയധികം ഇപ്പോൾ സ്വാർത്ഥതയിലേക്ക് നമ്മുടെ തലമുറ, സ്വന്തം കാര്യങ്ങൾ നോക്കുക, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട, ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ എപ്പോൾ കല്യാണം കഴിക്കണം ഞാൻ തീരുമാനിക്കും, വേണോ? അങ്ങനെയല്ലേ ഇപ്പോഴത്തെ അവസ്ഥ? ആണോ? അച്ഛനും അമ്മയ്ക്കും കുട്ടികളോട് പറയുന്നതിലൊക്കെ ഒരു പരിധി വന്നു കഴിഞ്ഞു. ഉണ്ടോ ഇല്ലയോ? കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഇവിടെ താമസിക്കില്ല, ഞങ്ങൾ പോയിക്കോളാം. കാരണം ഇന്ന് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സമ്പത്തുണ്ട്, വിമൻസ് ഹോസ്റ്റലുകളുണ്ട്. ആണോ അല്ലയോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് പറയൂ, ഞങ്ങൾ വേറെ താമസിക്കാമെന്ന് പോലും പറയാനുള്ള ഒരു ധൈര്യത്തിലേക്ക് നമ്മുടെ തലമുറകൾ വളർന്നിരിക്കുകയാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? എന്നാൽ മുസ്ലിം സമുദായത്തിൽ ഇപ്പോഴും കൂട്ടുകുടുംബം ഉണ്ട് എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിൽ, ഹിന്ദു സമൂഹത്തിൽ പണ്ടുണ്ടായിരുന്ന പ്രായമുള്ളവരൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതി അവരുടെയിൽ അറിയോ? നിങ്ങൾക്കതറിയോ? കൂട്ടുകുടുംബം ഉണ്ട് എന്നുള്ളത്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയൊക്കെ അവർ സംരക്ഷിക്കും. അവരൊന്നും ഓൾഡ് ഏജ് ഹോമിൽ പോവാറില്ല. ഉണ്ടോ? എന്നാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഇത് വളരെയധികം കൂടി വരികയാണ്. അപ്പൊ ഇപ്പോഴേ നമ്മൾ കുട്ടികളോട് കണക്റ്റഡ് അല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ കുട്ടികളിൽ നിന്ന് അച്ഛനമ്മമാർ കംപ്ലീറ്റ്ലി, ഉറക്കെ പറയൂ, വിട്ടുപോകും. ഈ ഒരു ദുരന്തം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വളർന്നു വരുന്ന തലമുറയെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? ഉണ്ടോ ഇല്ലയോ?
നിങ്ങൾ നോക്കൂ, കാശ്മീരിൽ നിന്നൊക്കെ അതാ പാഠം പഠിക്കേണ്ടത്. കാശ്മീരിലെ ബ്രാഹ്മിൻസ് അവരവരുടെ വേദമന്ത്രങ്ങളും പൂജകളും മുറിയിനകത്ത് ചെയ്തപ്പോൾ അവരറിഞ്ഞില്ല മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ യൂണിറ്റിയും അവരിടയിൽ അവരെ പള്ളികൾ കെട്ടിപ്പൊങ്ങി വരുന്നു. മനസ്സിലായില്ലേ? അവരിൽ തീവ്രവാദം വളരെയധികം സ്വാധീനിക്കുന്നത് ഇവർ ശ്രദ്ധിച്ചില്ല. ഇവർ വിചാരിച്ചു ഈ മണിയടിച്ച കൃഷ്ണനൊക്കെ നോക്കിക്കൊള്ളുന്നു. പിന്നെ അവരുടെ മുന്നിൽ വെച്ചിട്ട് മകളെ ബലാത്സംഗം ചെയ്യുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ഇവനെ വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഇതൊരു കൃഷ്ണനും ഇടപെടാൻ പറ്റില്ല. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അവരവർ തന്നെയാണെന്ന്. പക്ഷേ അപ്പോഴേക്കും സമയം വളരെ വൈകിപ്പോയി. കാരണം ഒരു തീവ്രവാദ സംഘത്തിന്റെ ശക്തി ക്രമാതീതമായി വർദ്ധിച്ചുപോയി. അവർക്ക് വെട്ടാനും കൊല്ലാനും ബോംബെറിയാനും യാതൊരു മടിയില്ലാത്തതായി. അവസാനമൊക്കെ പലായനം ചെയ്യേണ്ടി വന്നു. ഡൽഹിയിൽ, ഓൾഡ് ഡൽഹിയിൽ അവിടുത്തെ ഒരു സ്ട്രീറ്റിന്റെ പേര് കാശ്മീർ പണ്ഡിറ്റ് സ്ട്രീറ്റ് എന്നാണ്. കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ അഭയം തേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജമ്മുവിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കാണാം കാശ്മീർ പണ്ഡിറ്റിന്റെ ഒരു കോളനികളായിട്ടുള്ള സ്ഥലം. മനസ്സിലായില്ലേ? പലായനം ചെയ്യേണ്ടി വന്നു, ഓടേണ്ടി വന്നു. ഇന്ന് നിങ്ങൾക്കറിയോ ജമ്മു കാശ്മീരിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ 1% ആളുകൾ ആ സിറ്റിയിൽ കുറച്ച് പേരുണ്ട്. ബാക്കിയൊക്കെ ഓടേണ്ടി വന്നു. ഇപ്പോഴും തിരിച്ചു വരാൻ ഒരു ധൈര്യം കാണിക്കുന്നില്ല. കാരണം എപ്പോഴാ യൂണിറ്റി ഇല്ല, അതാ പ്രശ്നം. എന്നാൽ മറ്റുള്ളവർ ആ യൂണിറ്റിയിലേക്ക് വളർന്ന് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇത് നമുക്കിതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ ഹിന്ദുക്കളിൽ ഒരു അവബോധം ഉണ്ടാവണം. വേണോ വേണ്ടയോ? പറയൂ നിങ്ങൾ. ഇതിനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കഥയും പറഞ്ഞു പോയത് കൊണ്ട് നമ്മൾ നേരെ ഒന്ന് കഥ കഴിയുന്നുള്ളത് ഉറപ്പാണ്. ഒരു കഥയുള്ളവരാക്കി തീർക്കുക, ഒരു കഥയുള്ള സമൂഹത്തെ ചിത്രീകരിക്കുക, വാർത്തെടുക്കുക. അതിന് നമുക്ക് കുറച്ചൊരു ഉത്തരവാദിത്വം ഉണ്ടാക്കേണ്ടതുണ്ട്. വേണ്ടേ? നിൽക്കട്ടെ. നമുക്ക് ഭാഗവതത്തിലെ 5-ാം സ്കന്ധത്തിൽ 22-ാമത് അധ്യായത്തില് ഭൂഗോള വർണ്ണനയെക്കുറിച്ച് പറയും. നോക്കൂ, ഇത്രയും ഗംഭീരമായി സയന്റിഫിക്കലി ആത്മീയത അവതരിപ്പിച്ച ഒരു കൃതി ലോകത്തിലുണ്ടാവില്ല. 5-ാം സ്കന്ധത്തിലെ 22-ാം അധ്യായത്തില് നിങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട്, നിങ്ങൾക്ക് 2nd ശ്ലോകം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുകയാണ്. 2ാമത്തെ ശ്ലോകം എടുത്ത് നോക്കിയാൽ യഥാ കുലാലചക്രേണ, കാണുന്നുണ്ടോ? അങ്ങനെ ശ്ലോകം 22-ാമത് അധ്യായം 5-ാം സ്കന്ധം 22-ാമത് അധ്യായം 2-ാം ശ്ലോകം. യഥാ കുലാലചക്രേണ ഭ്രമദാ സഹഭ്രമദാം തദാശ്രയാണം പിപീലികാദീനം ഗതിരന്യേവ. ഇത്രയും നോക്കേണ്ടതുള്ളൂ. എന്താ പറയണത്? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭ്രമദാം. ഒരു വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ പ്രപഞ്ചം എന്ത് ചെയ്യണോ? ഭ്രമണം. ഭ്രമണം എന്ന് പറഞ്ഞാൽ ഭ്രമണം ചെയ്യാൻ പറഞ്ഞാൽ പറയൂ, കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചം ഒരു സ്റ്റാറ്റിക് വേൾഡ് അല്ല. ഇതെപ്പോഴും കണ്ടിന്യൂസ്ലി ഡൈനാമിക് വേൾഡ് ആണ്. ഇതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണെന്ന് ഐൻസ്റ്റീനിയൻ യുഗത്തിൽ, അപ്പോഴാണ് ഇത് സയൻസ് കണ്ടെത്തിയത്. ഇതൊരു ചലിക്കുന്നതാണെന്ന് ഈ സയൻസിന് കണ്ടെത്താൻ എത്രയോ യുഗങ്ങൾ എടുക്കേണ്ടി വന്നു. എന്നാൽ 5000 വർഷം മുമ്പ് ഈ പ്രപഞ്ചം മുഴുവൻ ചലനാത്മക പ്രപഞ്ചമാണെന്ന് ഭാഗവതത്തിൽ കണ്ടില്ലേ? ഭ്രമദാം. ഇതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നോക്കൂ, സയൻസ് പറയുന്നത് ഓരോ ആറ്റങ്ങളിലും ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണൊക്കെ എല്ലാം എന്ത് ചെയ്യുന്നു? കറങ്ങിക്കൊണ്ടിരിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കി എന്താ അറിയോ? ഈവൻ ക്രിസ്ത്യൻ അവരുടെ ആദ്യകാലത്തെ ഓൾഡ് ടെസ്റ്റമെന്റിൽ എഴുതിയത് ഭൂമി പരന്നതാണെന്നും ഭൂമി ചലിക്കാത്തതാണെന്നൊക്കെ എഴുതി വെച്ചത് ആണോ? കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ? എന്നാൽ ഹിന്ദു ഗ്രന്ഥത്തിൽ ഈ ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രപഞ്ചം ഒരു ഭ്രമണ സ്വഭാവം ഉള്ളതാണ്.
അപ്പൊ ഭ്രമണം എന്ന് പറഞ്ഞാൽ തന്നെ കറങ്ങുക എന്ന് പറഞ്ഞാൽ, അപ്പൊ യൂണിവേഴ്സ് മൊത്തം അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം? അതിന് പ്രപഞ്ചത്തിന്റെ ആ ഒരു ഷേപ്പ് തന്നെ എങ്ങനെയിരിക്കണം? ഒരു വൃത്താകൃതി അല്ലെങ്കിൽ ഗോളാകൃതിയിലായിരിക്കണം അല്ലേ? അപ്പോഴല്ലേ കറങ്ങുക എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒഴുകുക എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. നീളത്തിലായിരുന്നെങ്കിൽ ഇത് കറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചക്രമല്ലേ കറങ്ങുക? ഭ്രമണം എന്ന് പറയുന്നത് ചക്രത്തിനല്ലേ പറ്റുള്ളൂ, ആണോ? പറയൂ നിങ്ങൾ. അപ്പൊ ഈ പ്രപഞ്ചം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ചലനാത്മക പ്രപഞ്ചത്തിൽ ശ്രദ്ധിക്കണം. ഇതെന്തിനാ ഋഷി എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ, ചലനാത്മക പ്രപഞ്ചത്തിൽ ചലനത്തിന്റെ സ്വഭാവമാണ്. ചലനം അതിൻ്റെ ഉയർച്ചയിലേക്കും പോകും, താഴ്ചയിലേക്കും പോകും. നിങ്ങളൊരു പമ്പരം എടുത്ത് കറക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആ ഒരു മുകളിലേക്ക് റൈസിങ്, പിന്നെ അത് താഴോട്ട്. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു ഉയരത്തിലേക്കും താഴോട്ടും. അതാണ് ഈ കറക്കത്തിൻ്റെ ഒരു സ്വഭാവം, ചലനത്തിൻ്റെ ഒരു സ്വഭാവം, ആണോ? ഇത് തന്നെയാണ് ജീവിതവും. എന്താണ്? ഇതെല്ലാം രൂപങ്ങളായി ഉണർന്നു വരുന്നു, ഉയർന്നു വരുന്നു, വീണ്ടും അത് ഊർജമായി പുറകോട്ട് പോകുന്നു. തിരമാലകൾ കടലിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നു, തിരിച്ച് കടലിലേക്ക് അത് പോകുന്നു. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും ഉണ്ടായി മറയുന്ന ഒരു നിരന്തരമായ ചലനമാണ്. രൂപങ്ങൾ വികസിച്ചു വരുന്നു, ക്രമേണ അത് സങ്കോചിച്ച് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് അത് പോകുന്നു. കൃഷ്ണൻ ഇതിനെ പറയും ആഗമ അപായിനോ അനിത്യ എന്നാണ്. ഇത് ഉണ്ടാവുക, കുറച്ചു കാലം നിലനിൽക്കുക, ഇത് തിരിച്ചു പോവുക. അപ്പൊ നമുക്ക് എപ്പോഴും ബോധം വേണം, നാം ഇവിടെ പെർമനന്റ് വിസ എടുത്ത് എന്താന്നും വേണ്ടാത്തത് വന്നതല്ല. ഇവിടെ കുറച്ചു കാലം താമസിച്ച് ഒരു ദിവസം ഇവിടെ നിന്ന് കാലം നമുക്ക് ബൈ ടിക്കറ്റ് എടുത്തു തരും. അപ്പൊ പോവേണ്ടവരാണെന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവണം, വേണ്ടേ? ഇത് ഇവിടെ അഴിച്ചിടേണ്ട ഒരു വസ്ത്രത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ഈ ജീവിതത്തിന്റെ ഒരു ഭാഗത്തുള്ള അസ്ഥിരതയും. എന്നാൽ അടുത്ത വരി പറയാണ് പിപീലികാദീനാം. ഒരു ഉറുമ്പ് എപ്രകാരമാണോ, ഇതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, ഉറുമ്പ് എപ്രകാരമാണോ കുലാലചക്രത്തിൽ, കുലാലചക്രം എന്ന് പറഞ്ഞാൽ ഒരു കുശവന്റെ മൺകലമുണ്ടാക്കുന്ന ആളുകളാണ് കുശവന്മാര്. അവരുടെ ഈ കലമുണ്ടാക്കാൻ വേണ്ടി അവർക്കൊരു ചക്രമുണ്ട്. ഈ ചക്രത്തിൽ ഒരു ഉറുമ്പ് പെട്ടാൽ ആ ഉറുമ്പിന്റെ ഗതി അന്യവ എന്ന് പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ ആ ഉറുമ്പിന് ചക്രത്തിനനുസരിച്ചും കറങ്ങാം, വേണമെങ്കിൽ ചക്രത്തിൽ നിന്ന് പതുക്കെ ആ ചക്രത്തിന്റെ പിടിയിൽ നിന്നും അതിന് പുറത്തേക്ക് കിടക്കാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യ മനസ്സിന് ഈ കറക്കത്തിനോടനുബന്ധിച്ച് അങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിച്ച് കടന്നു പോവാം. അല്ലെങ്കിൽ ആ മനസ്സിനെ നമുക്ക് ഈ കറക്കത്തിന്റെ ഗതിയിൽ നിന്ന് പതുക്കെ അതിൽ നിന്നും ഉയർത്തി മാറ്റി കൊണ്ടുവരാനും സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. മനസ്സിനെ ജീവിതത്തിന്റെ കറക്കങ്ങൾക്ക് അനുസരിച്ച് പോകുമ്പോഴും ആ കറക്കത്തിന്റെ ദുരിതങ്ങളൊന്നും ബാധിക്കാത്ത വിധത്തിൽ അതിൽ നിന്നും മാറി നിൽക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലനം. മനസ്സിലായില്ല? അതായത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പലതിലൂടെയും കടന്നു പോകുമ്പോൾ അതെല്ലാം മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുമ്പോൾ അതൊന്നും ബാധിക്കാത്ത വിധത്തിൽ മനസ്സിന്റെ ഗതി അതിൽ നിന്നും മാറ്റിയെടുക്കുക. നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ ഈ കള്ളികൾ വരച്ച് ചാടുന്നൊരു കളി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്, അല്ലേ? ആണോ? കള്ളികളൊക്കെ വരച്ച്. അപ്പൊ ചില കള്ളികൾ ചവിട്ടാൻ പാടില്ല, അത് ചവിട്ടിയാൽ നിങ്ങൾ ഔട്ടാണ്. ഉണ്ടായിരുന്നോ? അപ്പൊ ആ കള്ളി ചവിട്ടാതെ അടുത്ത കള്ളിയിലേക്ക് ചാടണം. അങ്ങനെ കളികളൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്? ഉണ്ടായിരുന്നോ? അപ്പം തൊടാൻ പാടില്ലാത്ത കള്ളികളെ തൊടാതെ അപ്പുറത്തേക്ക് ചാടുന്ന പോലെ മനസ്സിനെയും ഇതുപോലെ
പാകപ്പെടുത്തി എടുത്തിരുന്നെങ്കിൽ നമ്മളെ ഈ ജീവിതത്തിൻ്റെ ദുരിതങ്ങളോ ദുഃഖങ്ങളോ ബാധിക്കില്ലായിരുന്നു. അപ്പം മനസ്സിനെ അത്തരത്തിലൊന്ന് പരിശീലിപ്പിക്കുക. എങ്ങനെ? ഈ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ബാധിക്കാത്ത വിധത്തിൽ പരിശീലിപ്പിക്കുക. അതാണ് ഒരു ഉറുമ്പിന് സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഉറുമ്പിന് വേണമെങ്കിൽ പതുക്കെ 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 ചക്രത്തിൽ നിന്ന് നടന്ന് വേണമെങ്കിൽ അതിൽ നിന്ന് ചക്രത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തു കടക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ബോധമണ്ഡലം, മനുഷ്യൻ്റെ ബോധശക്തി അവന് ഏത് തരത്തിലുള്ള ദുരിതങ്ങളെയും മറികടക്കാൻ ശക്തി തരുന്നതാണ്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ നമുക്കത് അത്ര ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം മനുഷ്യൻ പൊതുവെ കരുതിയിരിക്കുന്നത് മാനസികമായി നമ്മൾ വളരെ അവശരും അസ്വസ്ഥരും ദുർബലരും ആണെന്നാണ്. മനസ്സ് വളരെ ദുർബലമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. കൂടുതലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന എന്താണ്? ഭഗവാനെ, എനിക്കൊന്നിനുള്ള ശക്തിയില്ല, ഈ ശക്തിയൊക്കെ അങ്ങ് തരണം. ഭഗവാൻ പറയും, ഞാൻ ഹോർലിക്സിന്റെ കച്ചവടക്കാരനല്ല, എനിക്ക് ബൂസ്റ്റും ഹോർലിക്സും ഒന്നും ഞാൻ വിൽക്കാറില്ല, അപ്പൊ എനിക്കൊന്നിനും ശക്തിയില്ല, എനിക്ക് മനോബലമില്ല, ഇല്ലേ? അപ്പൊ മനുഷ്യൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ത്? മെന്റലി നമ്മൾ അത്ര ഉറക്കെ പറയൂ, സ്ട്രോങ് അല്ല എന്ന്. ഈ മെന്റലി സ്ട്രോങ് അല്ല എന്ന് എപ്പോഴാണ് അറിയോ? ആർക്കും വേണ്ടാതെ വരുമ്പോഴാണ്. അതുവരെ എന്താ വിചാരം? ദൈവം കൂടെ ഉണ്ട് എന്നല്ല, എൻ്റെ കൂടെ ജോലിയുണ്ട്, എൻ്റെ കൂടെ പൈസയുണ്ട്, എൻ്റെ കൂടെ ബന്ധുക്കളുണ്ട്, ഇല്ലേ? ആണോ? പലരും ഉണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് മനുഷ്യൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് ഇഷ്ടപ്പെട്ട് അവൻ കുറച്ച് കൊഞ്ചുന്ന വർത്തമാനമൊക്കെ പറഞ്ഞു, ഇവളെ എങ്ങനെ തലയിൽ വെച്ചു, നീ ഭൂമിയിലിരുന്നാൽ ഭൂമിയിൽ മാലാഖയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രേമത്തിൽ അങ്ങോട്ട് മുഴുകുമ്പോൾ ഈ പെൺകുട്ടിയുടെ ധാരണ നോക്കൂ നിങ്ങൾ. 10, 18, 25 കൊല്ലം അച്ഛനും അമ്മയും കൊണ്ടു നടന്നാണ് പറയാ, നിങ്ങൾക്കൊന്നും അല്ല സ്നേഹം, അവനാണ് സ്നേഹം എന്നാണ്. കാരണം ഇതുവരെ നിങ്ങൾ പറയാത്ത വാക്കുകളൊക്കെയാണ് ആര് പറഞ്ഞത്? അവൻ പറഞ്ഞിരിക്കുന്നത്. മാലാഖ എന്നൊക്കെ അവൻ പറഞ്ഞു. നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ കുരുത്തം കെട്ടവളെന്നല്ലാതെ ഉത്തരവാദിത്വം ഇല്ലാത്തവളെന്ന്? ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ മാലാഖ എന്ന് വിളിക്കുന്നു. നീ ഭൂമിയുടെ ഒരു പ്രതീക്ഷയാണ്. എന്നാ ഈ പൊട്ടൻ എന്തിനാ ഇത് വിളിച്ചിരിക്കുന്നത്? ഈ പൊട്ടത്തിക്ക് വല്ല വിവരമുണ്ടോ? വല്ല വിവരമുണ്ടോ? ഒരു 2 മാസം കഴിഞ്ഞ് ഇവന്റെ കൂടെ ഒന്ന് ചേർന്ന് ജീവിക്കുമ്പോഴാണ് മനസ്സിലാവുക. അതും വല്ല ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ടാവും. അതും കൂടി ആകുമ്പോൾ പിന്നെ ഇവനത് വെച്ച് അതിനെ ഒരു പണിയാക്കി ഒരു ദിവസം പിന്നെ പത്രത്തിൽ കാണുന്നത് തൂങ്ങിന്നാണ്. ഇവന്റെ സ്നേഹം സഹിക്കവയ്യാതെയായിട്ട്, തലയിൽ അങ്ങോട്ട് എടുക്കാൻ വയ്യാതെയായിട്ട് ഒരു ദിവസം ഇല്ലേ, തൂങ്ങുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം എന്താണ് അതിനൊക്കെ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കറക്കത്തിൽ ഇതെല്ലാം ശരിയാണ് എന്നൊരു തോന്നൽ അങ്ങോട്ട് തലയിൽ കയറുകയാണ്. ഇതല്ല, ഇതൊരു അപകടമാണ്, ഇതിലെന്തോ ഒരു ചതിയുണ്ടോ, ഇതിലെന്തോ ഒരു വഞ്ചനയുണ്ടോ എന്നൊട്ടും അറിയുന്നില്ല. രാവണൻ സീതാദേവിയെ കാണുമ്പോൾ എന്താ പറയുന്നത്? എന്തൊരു സൗന്ദര്യമാണ് ദേവി. സന്യാസിയാണ്, പുറത്ത് ഭിക്ഷയ്ക്ക് വന്ന ആളാണ്, പക്ഷെ ഭിക്ഷയുടെ കാര്യം നല്ല പറയുന്നത്. എന്തൊരു നല്ല സൗന്ദര്യമാണ്. ആ രാമന് ഒരു ഉത്തരവാദിത്വമില്ലല്ലോ ദേവി ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുന്നത്, ഇല്ലേ? അപ്പൊ രാമനിൽ നിന്നും സീതയെ അകറ്റി, പിന്നെ സീതയെ എങ്ങനെങ്കിലും അപഹരിക്കുക എന്നുള്ള നോക്കൂ നിങ്ങൾ, ആ ഒരൊറ്റ രംഗം വായിച്ചാൽ ഇന്നത്തെ കുട്ടികളുടെ ജീവിതം മനസ്സിലാവും. ആ സുരക്ഷയുമായിട്ട് നിന്ന ലക്ഷ്മണനെ ചീത്ത വിളിച്ച് ഓടിച്ച് തന്നെ അപഹരിക്കുന്ന രാവണനെ വളരെ കൊഞ്ചിക്കൊണ്ട് ആദരവോടെ സ്വീകരിച്ച ആളാണ് ആര്? സീത. ആണോ അല്ലയോ? ആ ലക്ഷ്മണനേക്കാൾ സുരക്ഷിതത്വം ആരിലാ കണ്ടത്? രാവണനിലാണ് കണ്ടത്. നിങ്ങൾ നോക്കൂ നിങ്ങൾ. അപ്പോ ഈ തരത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികളിൽ അപകടം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇന്ന് ഇതേ അപകടം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവാൻ കാരണം ആ കുട്ടികളിൽ അങ്ങനൊരു ആത്മീയ ബന്ധം അച്ഛനോടും അമ്മയോടും ഇല്ലാതെ പോയി. ഇന്ന് ഇത് കൂടി വരാൻ കാരണം രാവിലെ എണീറ്റ ട്യൂഷൻ,
അത് കഴിഞ്ഞാൽ സ്കൂൾ, അത് കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷൻ. ഈ ട്യൂഷനും സ്കൂളും ക്ലാസ്സും എൻട്രൻസ് കോച്ചിങ്ങും ഇതല്ലാത്ത ഒരു ആത്മീയ ബന്ധം അച്ഛനമ്മമാരോടുള്ള കുട്ടികൾ പറയൂ നിങ്ങൾ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ കുട്ടി ടെൻഷനും സ്ട്രെസ്സും അടിക്കുമ്പോൾ നീ മാലാഖയാണ്, നീ ഭൂമിയിലെ മുത്താണ്, നീ പൊന്നാണെന്ന് കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖവും ആശ്വാസം കേൾക്കുമ്പം പിന്നെ അങ്ങനെ ചാരി കടന്നുപോയി, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അത് ചാരുന്നത് ലാസ്റ്റ് ചാരലായിരുന്നു എന്നുള്ളത് ഇതുണ്ടോ വല്ലതും അറിയുന്നത്? മനസ്സിലാവുണ്ടോ? ഈ ഒരു ദുരിതം ഉണ്ടാക്കി വെച്ചതിൽ അച്ഛനമ്മമാർക്ക് പങ്കില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ അച്ഛനമ്മമാർ അറിയാതെ പോയതെന്താണ്? കുട്ടികളിലൊരു ഇമോഷണൽ മൈൻഡ് ഉണ്ടെന്നും അതിനൊരു ഡിവോഷണൽ പവറിലേക്ക് ഉയർത്തിയില്ലെങ്കിൽ അവർക്കൊരിക്കലും മെന്റൽ പവർ ഉണ്ടാവില്ല. ഈ ഡിവോഷണൽ പവർ കൊണ്ട് വേണം ഈ കറക്കത്തിന്റെ പിടിയിൽ നിന്നും പുറത്തു കിടക്കാൻ. ഒരു ഗ്രിപ്പ് വേണ്ടേ? പിടിവള്ളി വേണ്ടേ? പിടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? വേണോ വേണ്ടയോ? നിങ്ങൾ ഹരിദ്വാറിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ഹരിദ്വാറിൽ അവിടെ ഗംഗയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്ത് അവിടെ ഒഴുക്കുള്ളത് കൊണ്ട് കമ്പി നല്ലവണ്ണം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ധാരാളം കമ്പികൾ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് അതിൽ ചങ്ങല ഇട്ടിട്ടുണ്ട്. ഈ ചങ്ങല പിടിച്ചുകൊണ്ട് വേണം ആളുകൾ പറയൂ മുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈവൻ ചിലപ്പോൾ ചില സമയത്ത് ഭർത്താവ് പറയും, എടി വേണ്ട ഞാൻ കൈ പിടിച്ചോളാം. അത് ജന്മം കൊടുക്കില്ല ഭാര്യ കൈ. ഭർത്താവിൻ്റെ കൈ പിടിച്ച് ഒരിക്കലും മുങ്ങില്ല. കാരണം ഒരു ധൈര്യക്കുറവ്, എന്തെങ്കിലും കാരണവശാൽ പിടുത്തം വിട്ടാൽ പിന്നെ അങ്ങ് സംഗമത്തിൽ, ത്രിവേണി സംഗമത്തിൽ, പിന്നെ കുംഭമേളയാണ്, ജീവിതം അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു ഉറപ്പ് വേണം. ഗംഗയിലാണ് കുളിക്കുന്നത്, അതുകൊണ്ട് സദ്യോ മുക്തി, പെട്ടെന്ന് മോക്ഷം കിട്ടാനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കുളിക്കുന്ന സമയത്ത് ആ ചങ്ങല പിടിച്ച് മുങ്ങുമ്പോൾ ആ കുത്തൊഴുക്കിൽപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ വീണു പോവാതിരിക്കാൻ ഒരു ചങ്ങല പിടിക്കാൻ വേണ്ടേ? വേണോ വേണ്ടയോ? അത് തന്നെയാണ് ഈ ഒരു അനുഷ്ഠാനം. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരു അനുഷ്ഠാന ജീവിതം കുട്ടികളിലേക്ക് എങ്ങനെങ്കിലും നമ്മൾ കൊണ്ടുവരാൻ അക്ഷീണം പ്രയത്നിക്കുക വേണം. നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങരുത്, മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെങ്കിലും നമ്മുടെ കൊച്ചു കുട്ടികളിൽ കുറച്ച് നാമജപവും ഭഗവത്ഗീത പോലുള്ള കൃതികളും ഒന്ന് പഠിച്ചെടുപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അടുത്ത തലമുറയെങ്കിലും ഒരു വലിയ അപകടത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇതിനൊരു പ്രയത്നം നമുക്ക് ഇത്തിരി വൈകിപ്പോയി. ഇപ്പോൾ നമുക്കൊരു തിരിച്ചറിവിൻ്റെ കാലമാണ്. കാരണം ഇപ്പോൾ ഹിന്ദുവിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് വളരെ വളരെ ഉറപ്പിച്ച് മനസ്സിലാക്കും നിങ്ങൾ. ഒരു തലമുറ മറ്റൊരു തലമുറയിൽ നിന്നും വളരെ വലിയൊരു അകലത്തിലാണ് നിൽക്കുന്നത്. ബാഹ്യമായി അച്ഛനും അമ്മയും മക്കളൊക്കെ ബന്ധമുണ്ടെന്ന് തോന്നും. ആന്തരികമായി അവരുടെ മനസ്സും അച്ഛനമ്മമാരുടെ മനസ്സും അവർക്ക് പറയൂ വലിയൊരു അകലത്തിലേക്കായിപ്പോയി. ഉണ്ടോ ഇല്ലയോ? ആണോ ഇല്ലയോ? ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകളും നിങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു പരിതാപത്തില് ഒരു വിഷമത്തിലിരിക്കുന്നവരാണ്. കാരണം നമ്മുടെ റൂട്ടിലേക്ക് മക്കളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എവിടെയോ ഞങ്ങൾ പറയുന്നതൊന്നും അവര് അനുസരിക്കില്ല. അവരുടെ ആ ഒരു തന്നിഷ്ടം, അവരുടെ ഒരു ഇഷ്ടമുള്ളൊരു ജീവിതം നയിക്കാൻ അവര് വളരെയധികം അഹങ്കാരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവത്തിലേക്ക് അവർ വളർന്നു. ശരിയാണോ പറയുന്നത്? ശരിയാണോ? ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ തെറ്റതായിരിക്കും. വേദവ്യാസ മഹർഷിയെക്കുറിച്ച് പറയുമ്പോൾ നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധി എന്ന് പറയും. ആ ദീർഘവീക്ഷണം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളത് അത്ര ഉൾക്കൊണ്ടില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവും എന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ നന്നാകുമെന്നൊരു ധാരണയിലായിരുന്നു നമ്മൾ. പക്ഷെ വിദ്യാഭ്യാസവും മനുഷ്യന്റെ മനസ്സും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് കുറെ ഇൻഫർമേഷൻ ഉണ്ടാവുന്നല്ലാതെ
ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പം മനസ്സിനെ ഉയർത്തിയാൽ മാത്രമേ, മനസ്സിനെ ഡിവോഷണൽ ആക്കിയാൽ മാത്രമേ ഒരു വ്യക്തിയിൽ മാനസിക പരിവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഇവിടെ ഉറുമ്പിന്റെ കഥയിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. അതായത് കറക്കത്തിനനുസരിച്ച് കറങ്ങുമ്പോഴും ക്രമേണ ആ കറക്കത്തിന്റെ തീവ്രതയിൽ നിന്നും പുറത്തേക്ക് വന്നാൽ ജീവിതത്തിൽ പല നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. അതിന് മനസ്സിനെ തയ്യാറാക്കുക, മനസ്സിനെ അതിലേക്ക് ഉയർത്തുക. മനസ്സിലായില്ലേ? ഇപ്രകാരം ഈ ഒരു കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് 26-ാം അധ്യായത്തിൽ നരകവർണ്ണന എന്നൊരു ഭാഗമുണ്ട്. അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. ഏത്? നരകവർണ്ണന. 28 നരകങ്ങളെ കുറിച്ച് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. എത്ര? 28. അപ്പോ ഇത് കേൾക്കാൻ പലർക്കും ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞു പോയിട്ട് അവിടെ കേൾക്കുമ്പോൾ എന്തല്ലോ ചിലരൊക്കെ വിചാരം, അവളിത് അനുഭവിക്കും, അവൾ മിക്കവാറും ഈ നരകത്തിലേക്കാണ് പോവുക, അല്ലെങ്കിൽ അവർ ഈ നരകത്തിലേക്കാണ് പോവുക. അപ്പൊ നമുക്ക് ആരൊക്കെ പാര വെച്ചിട്ടുണ്ടോ, നമുക്ക് ആരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ, അവരാ നരകത്തിൽ തന്നെ. കാരണം ആ ലക്ഷണങ്ങൾ അത് ഈ ഭാഗവത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതേത് പ്രവർത്തികൾ ചെയ്തവരാണ് ഏതേതെന്ന്. അപ്പൊ നമ്മൾ ഇത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ എന്തറിയോ, നമ്മുടെ ഉള്ളിൽ ഒരു ടിക്കറ്റ് കൊണ്ടിരി, അവൾ അവിടെയാ പോവുക. കാരണം അവളുടെ സ്വഭാവം വെച്ചിട്ട് അവൾ അവിടെ തന്നെ പോകും, അല്ലെങ്കിൽ ഇവൻ ഇവിടെ തന്നെ പോകും. കാരണം അവൻ അനുഭവിച്ചേ പറ്റുള്ളൂ. ഞാൻ ഈ നരകവർണ്ണന പറഞ്ഞെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാറില്ല. കാരണം വെച്ചാൽ കേരളത്തിൽ ഇത് പറയുമ്പോണ്ടല്ലോ ചിലപ്പം ഭരിക്കുന്നവരെ കുറിച്ച് പോലും ഇതിൽ ചിന്തിക്കും ചിലര്. ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അവർ പോകുന്നു. എന്തിന് അനാവശ്യ രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അപ്പോൾ കേൾക്കൂ, എന്താണ് ഈ നരകം എന്ന്? ഈ നരകവും സ്വർഗവും ഇതാണ് പൊതുവെ ഇതര മതങ്ങൾ വിറ്റ് കാശാക്കുന്നത്, അല്ലേ? നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും നോക്കിക്കഴിഞ്ഞാൽ അവർ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് മനുഷ്യരെ. പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ചത്തു കഴിഞ്ഞാൽ നരകക്കുഴി എന്നാ അവർ പറയാ, അല്ലേ? നരകക്കുഴിയല്ലേ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഭാഷ? കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു ഭാഷയുണ്ട്, നരക കുഴി കൊണ്ടിടും ദൈവം. അപ്പൊ അവിടെ ഒരു നരകക്കുഴി ഉണ്ടെന്നും ആ കുഴിയിലേക്ക് കൊണ്ടുപോകുന്നുള്ളതും. എന്നാൽ ഹിന്ദു സംസ്കാരത്തില് ഈ നരകം എന്നത് എന്താണ് വാസ്തവത്തിൽ? അപ്പം മനസ്സിൽ ഞാൻ ഈ വിഷയത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം. എന്നാണ് മനസ്സിൽ നമ്മൾ നരകം സ്വർഗം എന്നൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ ഒരു ധാരണ, മരണാനന്തരം ആകാശത്തിനപ്പുറത്ത് ഒരു സ്ഥലത്ത് മുഴുവൻ ഈ കുട്ടികളുടെ അമ്യൂസ്മെന്റ് പാർക്ക് പോലെ നരകത്തിന്റെ ഒരു പാർക്ക് ഉള്ളതുപോലെ നല്ല വലിയ വലിയ ഇവിടെ വെച്ചിട്ടുണ്ട് ആ വലിയ പാത്രങ്ങൾ, കഞ്ഞി ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ പോലെ വലിയ പാത്രങ്ങളൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കത്തിച്ച് തിളപ്പിച്ച് അതിൻ്റെ അകത്തൊക്കെ ഒരു ഭാഗത്തിന് ചില വാട്ടർ തീമുകളൊക്കെ അല്ലേ, ചിലയിടത്ത് ഇങ്ങനെ ഉരസി വീഴുക, അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇല്ലേ, കുട്ടികളിങ്ങനെ റോളർ കോസ്റ്ററിൽ പോയി കറങ്ങുക. അപ്പൊ ഇതുപോലെ നരകത്തിന്റെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ഒരിടത്ത് എണ്ണയിലിട്ട് കാച്ചുന്നു, വേറൊരിടത്ത് മുള്ളിന്റെ സാധനങ്ങളൊക്കെ കൊണ്ട് അടിച്ച് വേദനിപ്പിക്കുന്നു, വേറെ വശത്ത് കൃമി കുണ്ടത്തി കൊണ്ടയിടുന്നു. ഇങ്ങനെ ഒരു ടിക്കറ്റിന്റെ സമയം കഴിഞ്ഞാൽ അടുത്തയിലേക്ക് മനുഷ്യന്റെ ഈ മനസ്സിനെ കൊണ്ടുപോകുന്ന എന്തോ ഒരു എന്റർടൈൻമെന്റ്, ആ ഒരു പരിപാടി എവിടെയുണ്ട്? ആകാശത്തിനപ്പുറത്തുണ്ടെന്നാണ് പൊതുവെ ആളുകൾ ഈ നരകത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് പണ്ട് കാലത്ത്. എന്നാൽ ഹിന്ദു മതത്തിലെ ഈ നരകം എന്ന വാക്ക്, സ്വർഗം എന്ന വാക്ക്, ഇത് മനസ്സിലാക്കണം. ന അഖം ഇതി നരകം എന്നാണ്. ന അഖം, അഖം എന്ന് പറഞ്ഞാൽ സുഖം. മനസ്സിൽ സുഖം ഇല്ലാത്ത അവസ്ഥയുടെ പേരാണ് ഇത് നരകം. സംസ്കൃത ശബ്ദങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. ന അഖം, ന അഖം, ന മീൻസ് ഇല്ല, അഖം എന്ന് പറഞ്ഞാൽ സ്പേസ്. മനസ്സിൽ സ്പേസ് ഇല്ലാത്ത അവസ്ഥ, മനസ്സിന്റെ വിശാലത നഷ്ടപ്പെടുന്ന അവസ്ഥ. അതായത് മനസ്സ് വളരെ സങ്കുചിതമാകുന്ന, മനസ്സ് വളരെ സംഘർഷഭരിതമാകുന്ന അവസ്ഥയുടെ പേരാണ് ഏത്? നരകം എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ സത്യമല്ല. ഇത് മനസ്സിൽ സംഘർഷങ്ങൾ ഉണ്ടാകുക. മനസ്സിൽ സംഘർഷങ്ങൾ ഉണ്ടാവാൻ കാരണം
മനസ്സിൽ ഓരോരോ ചിന്തകൾ വന്ന് അസ്വസ്ഥമാക്കുക. പല കണക്കുകൂട്ടലുകൾ, അല്ലേ, പല കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ആ അസ്വസ്ഥതകളാണ് നമ്മളെ കൊണ്ട് പല കർമ്മങ്ങളും ചെയ്യിക്കുന്നത്. അപ്പൊ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യും തോറും പലപ്പോഴും മനസ്സിൽ നമ്മുടെ ചില സ്വഭാവങ്ങൾ അങ്ങനെ രൂഢമൂലമായി നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. അപ്പൊ ഇങ്ങനെ ഉള്ളിൽ ഉറച്ചു പോകുന്ന ഈ സംസ്കാരങ്ങളായിരിക്കും നമുക്ക് ഓരോരോ യാതനകളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ നരകം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഉള്ളിലുള്ള ചിന്തകൾക്കനുസരിച്ച് അനുഭവങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ പേരാണ് നരകം എന്ന് പറയുന്നത്. ഉള്ളിലുള്ള സംഘർഷങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചാണ് നരകമുണ്ടാവുക. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ചിന്തകൾ ഉണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പൊ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ ചിന്തകളുടെ പ്രശ്നം കൊണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. അപ്പൊ ഇത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളായതുകൊണ്ടായിരിക്കാം ഇതിനെ പല നരകങ്ങളായി പേരിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? പല നരകങ്ങളുടെ പേരുകൾ എഴുതാൻ കാരണം ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? മനസ്സിലുള്ള സംഘർഷങ്ങളാണ്, അസ്വസ്ഥതകളാണ്. അപ്പൊ ഈ അസ്വസ്ഥതകളും സംഘർഷങ്ങളും ഉള്ളോടത്തോളം കാലം മനുഷ്യൻ വ്യത്യസ്തങ്ങളായ നരക അനുഭവങ്ങളിലൂടെ കടന്നു പോവാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ഈ നരകം ഒരിക്കലും മരണാനന്തരമല്ല. ഈ നരകം ഇവിടെ തന്നെയാണ്. അതാണ് കവി എഴുതി വെച്ചത്, തനിക്കുതാനെ പണിവതു നാഗം നരകവും അതുപോലെ. ഭാഗവതത്തിൽ 3ാം സ്കന്ധത്തില് 30ാം അധ്യായത്തിൽ 29ാം ശ്ലോകത്തില് കപില ഭഗവാൻ അമ്മയോട് പറയുന്നുണ്ട്, അത്രൈവ നരകസ്വർഗ ഇതി മാതൃപ്രചക്ഷതേന്ന്. ഹേ അമ്മേ, യഥാർത്ഥത്തിലുള്ള നരകം ആകാശത്തിനപ്പുറത്തല്ല, അത് എവിടെയാണ്? ഇവിടെ തന്നെയാണ് ആ നരകം ഇരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ കടന്നു പോകുന്ന, മനുഷ്യന്റെ അസ്വസ്ഥ മനസ്സ് കടന്നു പോകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെയാണ് എന്തു പറയുക? നരകങ്ങൾ എന്ന് പറയും. ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് അവനവന് നരകമുണ്ടാക്കുന്നത് ആര് തന്നെയാണ്? അവനവൻ തന്നെയാണ്. ഉള്ളിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കാതെ, ഉള്ളിലുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാതെ, ഉള്ളിലുള്ള ചിന്തകളെ മാറ്റിയെടുക്കാതെ നരകത്തിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. അപ്പൊ മരിച്ചതിന് ശേഷം ഒരു നരകത്തിലൊന്നും പോണ്ട. നിങ്ങൾ എവിടെ തന്നെയുണ്ട്? ഇവിടെ തന്നെ. ഭാഗവതത്തിൽ കൃഷ്ണൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ, നരകത്തിനെ നിർവചിച്ചിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഇത് 11ാം സ്കന്ധത്തിൽ 16ാം അധ്യായത്തിൽ 43ാം ശ്ലോകത്തിൽ കാണാം. അവിടെ കൃഷ്ണൻ ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉദ്ധവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാണ്, നരക, വാട്ട് ഈസ് ഹെൽ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, നരകം എന്നാൽ സ്വർഗം, നരകം, ഈ 2 ചോദ്യമാണ് ചോദിക്കുന്നത്. സ്വർഗം എന്നാൽ സ്വർഗ സത്വഗുണോദയ, സത്വഗുണം ഉള്ള മാനസികാവസ്ഥയാണ് സ്വർഗം. എന്നാൽ നരകം എന്ന് പറയുന്നു തമ ഉന്നാഹം, തമോ ഗുണം എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സിൽ അലസതയും അവശതയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടെങ്കിൽ ആ മനസ്സിൽ എന്നും എന്ത് വരും? പറയൂ, നരകം വരും. ഇന്ന് നമ്മുടെ കുട്ടികൾ ഈ ഒരു നരകത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. കാരണം മനസ്സിൽ അനാവശ്യമായ ഉത്കണ്ഠകളും അങ്ങനെ സംഘർഷങ്ങളും കൊണ്ടു നടന്ന്, അതാണ് ഇന്ന് അവർ മോഡേൺ പേരിട്ടിരിക്കുന്നത് ടെൻഷൻ എന്നും സ്ട്രെസ് എന്നും പുതിയ പുതിയ ഭാഷകൾ ഡിപ്രഷൻ എന്നും ഒക്കെ പേരിട്ടിരിക്കുന്നത്. ആണോ? ഈ ടെൻഷനൊക്കെ മനസ്സിൽ അധികം നിന്നാൽ ഇത് ശാരീരികമായ രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നോക്കൂ, വലിയ ചർച്ചകൾ മെഡിക്കൽ പ്രൊഫഷണൽ രംഗങ്ങളിൽ നടക്കുകയാണ്. കാരണം സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടി വരുന്നു. അതിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ ഓരോ മാസം ഒരു അവയർനെസ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ആണുങ്ങളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടി വരുന്നു, ഹാർട്ട് അറ്റാക്ക് കൂടി വരുന്നു. ഉണ്ടോ?
പഴയതിനേക്കാളും രോഗങ്ങൾ പുതിയത് ഇപ്പം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ആളുകൾ ചിലർ റെയറായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് പാവം ഈ LIC-ക്കാർ പിന്നാലെ നടക്കൊരു ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പൊതുവെ ആളുകൾ ഇത് എടുക്കാറില്ല, കാരണം ചത്ത നമുക്കല്ലല്ലോ കിട്ടുന്നത്, അല്ലെ? ചത്തിട്ട് അവനവനല്ലോ കിട്ടുന്നത്. ലൈഫ് ഇൻഷുറൻസ് എന്നാണ് പേരെങ്കിലും ലൈഫ് പോയാലേ അത് പൈസ തരുള്ളൂ, അല്ലേ? അത് നോമിനിക്കേ കൊടുക്കുള്ളൂ. അപ്പം അതുകൊണ്ട് പലരും അത് എടുക്കുമ്പോൾ ചെറിയ എമൗണ്ടൊക്കെ എടുക്കണം. എന്നാൽ ഇപ്പം അടുത്ത കാലത്തെ ട്രെൻഡ് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? ആളുകൾ അത്രമാത്രം ഇന്ന് ആരോഗ്യത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് സംഗതി കൈവിടുക എന്നത് ഒരു ഉറപ്പുമില്ല. അതാണെങ്കിൽ എന്നും നിങ്ങളാണെങ്കിൽ ഈ ഫേസ്ബുക്കോ വാട്സപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ മതി, ചില ഡോക്ടേഴ്സിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലാണല്ലോ, ചില ലക്ഷണങ്ങൾ പറയാം. തുമ്മലുണ്ട്, അതുണ്ട്, ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു എന്ന് ഉറപ്പാണെന്ന്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഒരു കാരണവരുണ്ടായിരുന്നു പണ്ട്, ഇദ്ദേഹത്തിന് വയ്യാതെയപ്പം ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു തോന്നൽ മരിച്ചുപോയി ഒന്ന്. അപ്പം പറയും, കുട്ട ഒരു നൂലെടുത്തിട്ട് എൻ്റെ മൂക്കിൻ്റെ അവിടെ വെക്കണമെന്ന്. അതായത് നൂലിളകണ്ടെങ്കിൽ മരിച്ചിട്ടില്ല എന്നർത്ഥം. ഈ ശ്വാസം കൊണ്ടേ, ശ്വാസം വന്ന് പോവല്ലേ, ഇപ്പൊ നൂലിളകുന്നുണ്ടെങ്കിൽ മരിച്ചിട്ടില്ല. ലേശം തലയ്ക്ക് കുറവാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഒന്ന് വെച്ച് നോക്കടാ കുട്ടാ, ഒരു നൂലെടുത്ത് മൂക്കിന്റെ അവിടെ വെക്കുന്നു, ഇളകുണ്ടോ? ഇളകുണ്ട്, അപ്പൊ മരിച്ചിട്ടില്ല അല്ലേ എന്ന്. അപ്പൊ ഇത് നൂലിളകുണ്ടെങ്കിൽ മരിച്ചിട്ടില്ല, നൂലിളകുണ്ടെങ്കിൽ അല്ല ഇല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടെന്ന്. പണ്ടൊരാള് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേട്ട് കാണും. ഒരു മുല്ല നസറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് പേർഷ്യയിലൊരു വലിയൊരാളുണ്ടായിരുന്നു, പണ്ഡിതൻ. ഇങ്ങോട്ട് രാവിലെ ഇപ്പൊ കംപ്ലീറ്റ് ബോഡി അങ്ങോട്ട് ഒരു സ്റ്റില്ലായതുപോലെ, ചിലർക്കുണ്ടല്ലോ കൈയും കാലും ഇളകാതെ വരും, ഭയങ്കര ഒരു ഇങ്ങനെ ഹാർഡായിട്ട് നിൽക്കുന്ന പോലെ, കൈയും കാലും കോച്ച് എന്ന് പറയുന്നത്. ഇയാൾക്ക് ശരീരം ഇളക്കാൻ പറ്റുന്നില്ല. ഇയാൾ മക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചുപോയി എന്ന്. മക്കൾ പറഞ്ഞു, മരിച്ച ആൾ വർത്തമാനം പറയാറില്ല എന്ന്. അത് നിങ്ങളല്ല തീരുമാനിക്കുക, ഞാനാ തീരുമാനിക്കുക എന്ന്. അപ്പൊ അവർ പറഞ്ഞാൽ പിന്നെ ഡോക്ടർ തീരുമാനിക്കണം നിങ്ങൾ മരിച്ചിട്ടില്ല എന്ന്. അപ്പൊ ഡോക്ടർ വന്നു, ഡോക്ടർ പറഞ്ഞു, നോക്ക് നിങ്ങൾ മരിച്ചിട്ടില്ല, അതിന്റെ ഉറപ്പാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ന്യായമൊന്നും കേൾക്കണ്ട, എന്നെ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറയുന്നത്. ഈ മനുഷ്യൻ പട്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റില്ല, കാരണം നിങ്ങൾ മരിച്ചിട്ടില്ല. അപ്പൊ ഡോക്ടറോട് ചോദിച്ചു, ഞാൻ മരിച്ചില്ല എന്നത് എങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കും നിങ്ങൾ? അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു സൂചി കൊണ്ട് നിങ്ങളുടെ ദേഹത്ത് കുത്തുമ്പോൾ ബ്ലഡ് വന്നാൽ നിങ്ങൾ മരിച്ചിട്ടില്ല. കാരണം മരിച്ച ശരീരത്തിൽ നിന്ന് ഒരിക്കലും ബ്ലഡ് വരില്ല എന്ന്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, കുത്തിക്കൊള്ളാൻ പറഞ്ഞു. ഡോക്ടർ സൂചി ഇരുന്ന് കുത്തി, ബ്ലഡ് വന്നു. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മരിച്ച ശരീരത്തിൽ നിന്നും ബ്ലഡ് വരുന്നു. എന്താ പറയുള്ളൂ, പിന്നെ മരിച്ച ശരീരത്തിൽ നിന്നും ബ്ലഡ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ ആ മാനസിക അവസ്ഥ ഇന്ന് പണ്ടത്തേതിനേക്കാളും സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഒക്കെ കൂടിയതുകൊണ്ട് രോഗങ്ങൾ ഇന്ന് സഹചാരികളായി നമ്മുടെ കൂടെ യാത്രയാണ്. ഈ കാര്യത്തിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും ആദ്യം ഇൻഷുർ ചെയ്യേണ്ടത് ഈ ബോഡിയല്ല. ഏറ്റവും ആദ്യം ഇൻഷുർ ചെയ്യേണ്ടത് അവനവൻ്റെ പറയൂ മനസ്സാണ്. മനസ്സിനെ നിങ്ങൾ ഒരു ചെലവുമില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ മറ്റേത് വർഷം പ്രീമിയം അടയ്ക്കണം, വേണ്ടേ? അത് ഓരോരോ കമ്പനിക്കാരാണെങ്കിൽ ആദ്യം ചോദിക്കും, നിങ്ങൾക്ക് കിഡ്നി ഉണ്ടോ, ചട്നി ഉണ്ടോ, എത്ര കിഡ്നി ഉണ്ട്, അതിൻ്റെ പ്രവർത്തനം എത്രയുണ്ട്, ഉണ്ടോ, ഹാർട്ട് ഉണ്ടോ, അതിൻ്റെ പ്രവർത്തനം എത്രയുണ്ട്. വയസ്സിനനുസരിച്ചല്ലേ അവർ ഓരോ ആനുവൽ ഇതൊക്കെ മേടിക്കുക. ആണോ? ഉണ്ടോ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഇൻഷുർ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഏതിന് ഇൻഷുർ ചെയ്യണം? മനസ്സിന് ഇൻഷുർ ചെയ്യണം. അത് ആരുടെ അടുത്തേക്ക് ഇൻഷുറൻസ് ചെയ്യേണ്ടത്? അതിനാണ് ഭഗവാന് അതൊന്ന് വിട്ടുകൊടുക്കണം. ഭഗവാന്റെ കാലിൽ വെച്ചുകൊണ്ട് പറയണം, ഞാൻ ഇവിടെ അതിനെ ഇൻഷുർ ചെയ്യാണ്, പ്രീമിയം തന്നുകൊള്ളാം ഭഗവാനെ, ഈ മനസ്സ് അങ്ങക്ക് തരികയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യനിഷ്ഠയും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടന്ന് ഈ മനസ്സിനെ മാറ്റിയെടുക്കാൻ തുടങ്ങിയാൽ നരകതുല്യമായ രോഗങ്ങളിൽ നിന്നും മനുഷ്യന് ക്രമേണ മോചനം ഉണ്ടാക്കാം. ശ്രദ്ധിക്കണം,
മെഡിക്കൽ സയൻസ് ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിലും മനസ്സിലെ ചിന്തകളെ കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇന്നും മെഡിക്കൽ സയൻസിന് നമുക്ക് തെളിയിച്ചു തരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ പണ്ടുകാലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദി കൂടുന്തോറും ഏത് കൂടും? വ്യാധി കൂടുന്നു. അപ്പൊ ഈ ആദി, ഈ ടെൻഷൻ, ഈ സ്ട്രെസ്, ഈ മൈൻഡിലുള്ള ഡിസ്റ്റർബൻസ്, അത് കുറയ്ക്കൽ അത്ര എളുപ്പവും അല്ല. കാരണം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ അങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നതിനെ നമ്മൾ കുറച്ച് കർക്കശമായ അനുഷ്ഠാനം കൊണ്ട് നടന്നാലേ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. സത്യത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിനാണ് അമ്പലത്തിൽ പോയി കുറച്ചൊക്കെ പ്രദക്ഷിണം വെച്ചും ജപിച്ചുമൊക്കെ ആളുകൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഒരുവിധം രോഗങ്ങളൊന്നും നമ്മളെ അടുത്തേക്ക് വരില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയോ, പൂജ ചെയ്യുന്നവർ പോലും രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ കത്തിക്കുന്ന കർപ്പൂരം പോലും നമുക്ക് അപകടമാണ്. ഇന്ന് കർപ്പൂരം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം എന്താന്നുള്ളത്? കർപ്പൂരം എന്ന് പറയുന്ന സാധനം എന്താണ്? കർപ്പൂരാണോ അത്? നിങ്ങൾക്കറിയില്ല ഇതിനെക്കുറിച്ച്. കർപ്പൂരം എന്ന് പറയുന്ന കർപ്പൂരമല്ല അത് പെട്രോളിയം ജെല്ലി കേക്കാക്കി മാറ്റി അതിൽ ചില ഈ പെട്രോളിയം ജെല്ലിയിൽ കർപ്പൂരത്തിന്റെ എസൻസ് ഒഴിച്ചുകൊണ്ട് അത് പെട്രോളാണ്, പെട്രോളിയം പ്രൊഡക്റ്റ് ആണത്. മനസ്സിലായില്ലേ? പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ കിട്ടുന്ന ഏത് കർപ്പൂരം. ഇത് ക്യാൻസർ കയറി പിടിക്കും, അത്ര അപകടകരമായ സാധനമാണത്. ശരിക്കും ഒറിജിനൽ കർപ്പൂരം എന്ന് പറഞ്ഞാൽ പച്ച കർപ്പൂരാണ്. പക്ഷെ ആ സാധനം മേടിക്കാൻ മുതലാവില്ല. ആയുർവേദ കടയിൽ ഒരു പച്ച കർപ്പൂരം എന്നൊരു സാധനമുണ്ട്. അത് കത്തിച്ച് അറിയോ? പച്ച കർപ്പൂരം കണ്ടിട്ടുണ്ടോ? അത് കത്തിച്ചു നോക്കും, അതിനൊരിക്കലും എന്തില്ല, അതിന് പുകയില്ല. പച്ച കർപ്പൂരം പുകയില്ല. പക്ഷെ അത് ഇന്ന് കത്തുന്ന കർപ്പൂരത്തിനോ, ഇന്ന് കത്തുന്ന കർപ്പൂരത്തിന് പുകയുണ്ടോ? പുകയുന്ന കർപ്പൂരം എന്ന് പറയുന്നത് അത് പെട്രോൾ പ്രൊഡക്റ്റ് ആണത്. സത്യത്തിൽ ഇത് അമ്പലത്തിൽ കയറ്റണോ വേണ്ടേ എന്നുള്ളത് എല്ലാവരും ഇരുന്ന് ചിന്തിക്കണം. കാരണം ഇത് ക്യാൻസർ പോലുള്ള അപകടം ഉണ്ടാക്കി വെക്കുന്നൊരു, നിങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലാണെങ്കിൽ, ശ്രീകോവിലിന്റെ അകത്താണെങ്കിൽ വാതിൽ പോലും ഇല്ല, ചുറ്റും അടച്ചിട്ടിരിക്കുക. ഒരു ചെറിയ മുന്നിലുള്ള വാതിൽ മാത്രമേ ഉള്ളൂ. ആണോ? അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒരു പഠനവും ബോധവും ഒക്കെ വേണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത്? വിശ്വാസങ്ങളൊക്കെ അവസാനം രോഗങ്ങളായി, നരകങ്ങളായി. എന്താ മിണ്ടാത്തത് നിങ്ങള്? ഇപ്പൊ നരകം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുമേനി പറയും, ഈ കർപ്പൂരം എനിക്ക് നരക തന്നുകൊണ്ടിരിക്കണതെന്ന്. മനസ്സിലായില്ലേ? ഇതൊരു രോഗമായിട്ട് മാറും ഇന്ന്. അതുകൊണ്ട് അവരും പലരും ക്യാൻസർ രോഗങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂജ ചെയ്യുന്നവർ പോലും ക്യാൻസർ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സ് എന്ന് പറയുന്ന സാധനത്തെ അത്ര ലാഘവത്തോടെ നമ്മൾ എടുക്കരുത്. മനസ്സിനെ ലാഘവത്തോടെ എടുത്താൽ മനസ്സ് ജീവിതത്തെ കൂടുതൽ ഗുരുതരമാക്കി കളയും. എത്ര ലാഘവത്തോടെ മനസ്സിനെ എടുക്കുന്നോ അത്ര ഗുരുതരമാക്കും ജീവിതം. എന്നാൽ എത്ര ശ്രദ്ധയോടെ മനസ്സിനെ എടുക്കുന്നോ അത്ര ലാഘവമാക്കും ജീവിതം. ഇതൊരു സീസോ പോലെയാണ്. അപ്പം ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കണം. അതിലൊരു വീഴ്ച ഉണ്ടാക്കരുത്. രാവിലെ എണീക്കണം എന്ന് പറഞ്ഞാൽ എണീറ്റേ പറ്റുള്ളൂ. ജപിക്കണം എന്ന് പറഞ്ഞാൽ ജപിച്ചേ പറ്റുള്ളൂ. അങ്ങനെ കുറെ കർക്കശമായ വ്രതനിഷ്ഠകൾ, അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ നരകത്തിന്റെ തീവ്രത കുറയ്ക്കാം. എത്ര മനസ്സ് പോസിറ്റീവ് ആവുന്നുണ്ടോ അത്ര നരകം ഇല്ലാതാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും കിടന്നു മരിക്കണം എന്ന് ആഗ്രഹമില്ല, നിങ്ങൾക്ക് ആർക്കും ദുരിതം അനുഭവിക്കണം എന്ന് ആഗ്രഹമില്ല. ഇതൊന്നും ആഗ്രഹമില്ലെങ്കിൽ മനസ്സിന് അത്രയും, ഇതൊന്നും വരരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മനസ്സിന് അത്രയും ഒരു ശക്തിയും കരുത്തും ഉണ്ടാക്കണം. അപ്പൊ അതിനെത്ര മെനക്കെടണം? അപ്പൊ നരകം ഇല്ലാതെയാക്കണമെങ്കിൽ മനസ്സിനെ അല്പമൊക്കെ തപസ് ചെയ്യിപ്പിക്കണം. നല്ലവണ്ണം കുറെ അനുഷ്ഠാനങ്ങളിലൂടെ കൊണ്ടുപോകാൻ പരിശീലിപ്പിച്ചാൽ നരകത്തെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്യാം. ദുരിതങ്ങളൊന്നും നിങ്ങളുടെ അടുത്തുകൂടെ
വരില്ല. മനസ്സിലാവുണ്ടല്ലോ? പഴയ കാലത്ത് ആളുകൾ കിലോമീറ്ററോളം നടന്ന് 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 വെയിലും കൊണ്ട് മഴയും കൊണ്ട് അങ്ങനെയൊക്കെ കൃഷിയും ചെയ്ത് അല്ലേ, അങ്ങനെ അവര് ജീവിതം വളരെ, അന്നത്തെ കാലഘട്ടം നോക്കൂ നിങ്ങൾ, ഒരു നരക ജീവിതമായിരുന്നു അവർക്ക്. പക്ഷേ അവരുടെ ജീവിതത്തിലുണ്ടായ സ്വർഗം, സുഖം, സന്തോഷം, ഐക്യം, സ്നേഹം, അത് ഇന്ന് വർണ്ണിക്കാൻ പോലും പറ്റില്ല. രാവിലെ എണീക്കല്, ദൂരെ പോയി ടോയ്ലറ്റിൽ പോകണം, കുളിക്കാൻ ദൂരെ പോകണം, തുണി അലക്കാൻ ദൂരെ പോകണം, വേണ്ടേ? അന്ന് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു ആളുകൾക്ക്, ആണോ? 5-6 കിലോമീറ്റർ ഒക്കെ നടന്ന് സ്കൂളിൽ പോയിട്ടുള്ളവരുണ്ട് ഇവിടെ ഉണ്ടോ? എത്ര പേരുണ്ട് നോക്കൂ? പഴയ കാലത്ത് 5-6 കിലോമീറ്റർ ഒക്കെ മനുഷ്യൻ നടന്നൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ടൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ട്. എന്നാൽ ഇന്ന് പ്രസവിക്കുന്നത് എയർ കണ്ടീഷൻ റൂമിലാണ്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടോയിലേക്ക് ലോഡ് ചെയ്യുക, പിന്നെ അത് സ്കൂളിൽ അൺലോഡ് ചെയ്യുക, തിരിച്ച് വീട്ടിൽ നിന്ന് അവിടെ അൺലോഡ് ചെയ്യുക, ഇവിടെ അൺലോഡ് ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ ബൈക്കും കൂടി വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഒരടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, ഒരു 10 അടി നടക്കുമ്പോഴേക്കും ഇതാ കിടക്കണു വീണിതല്ലോ ധരണിയിൽ എന്ന് പറഞ്ഞ പോലെ ശരീരത്തിന് ആരോഗ്യം കുറഞ്ഞു വരികയാണ്. മനോബലം കുറഞ്ഞതോടെ ആരോഗ്യവും കുറഞ്ഞു. ഇതിൽ മാറ്റം ഉണ്ടാക്കണ്ടേ? അത് ഭാഗവതം വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല. ഭാഗവതത്തിലൂടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കണം. അത് കഷ്ടമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട, രാവിലെ 7 മണിക്ക് ഗുരുവായൂരപ്പനെ പോയി തൊഴുത്, അതും അവിടെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ടിട്ട് ചുളുവിൽ അങ്ങോട്ട് കയറി ചെന്ന് തൊഴുത് ഒക്കെ ഗുരുവായൂരപ്പൻ നോക്കുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് അങ്ങനെ ഒരാളുടെ കാര്യത്തിലും ഒരു ഗ്യാരണ്ടിയും തരില്ല. ഭഗവാൻ പറയും, അങ്ങനെയൊന്നും എന്നെ തൊഴുതാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല ജീവിത പ്രശ്നങ്ങൾ. എന്നെ തൊഴുതത് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ പാപം എൻ്റെ അച്ഛൻ്റെ പ്രശ്നമാണ് ആദ്യം ഞാൻ പരിഹരിക്കേണ്ടത്. അച്ഛൻ്റെ പ്രശ്നം പോലും പരിഹരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടോ, പിന്നെ നിങ്ങളുടെ ഭക്തിയെ മാറും. ദൈവത്തിന് അല്ലെങ്കിൽ പുറമേയുള്ള ഒരാൾക്കും എൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആർക്കേ പറ്റുള്ളൂ? എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ, അന്ന് നിങ്ങൾ അതിനു വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും. കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും ഇത്തിരി നരകത്തിലൂടെ കടന്നുപോയാലും അത് ജീവിതത്തെ സ്വർഗമാക്കി മാറ്റും. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതത്തെ മാറ്റിമറച്ച ഒരു മഹാത്മാവാണ് ഇവിടെ നമുക്ക് കാണാനുള്ള അജാമിളൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പൊ അജാമിളന്റെ കഥ, അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു നരകത്തെ അങ്ങോട്ട് മുഴുവൻ പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമമുണ്ട്. അവിടെ എന്താണ്? താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീഭാഗം, നരകത്തിന്റെ പേരുകളാണ് ഓരോരോ പേരുകൾ. കൃമിഭോജനം, എന്താണ് കൃമിഭോജനം? ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ നൂഡിൽസ് കഴിക്കുന്നതാണോ എന്ന്. ഇതൊക്കെ നോക്കുന്നയാള് ഈ നരകമൊക്കെ വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് കൃമികുണ്ടേ നിബദതി, കൃമികുണ്ടത്തിൽ വീഴും, കൃമിബിരേവ ഭക്ഷ്യമാണം, കൃമി കഴിക്കുകവരെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ആകാശത്തിൽ എവിടെയോ ഒരു വലിയ കൃമികുണ്ടമുണ്ട്, വലിയ ഞാഞ്ഞൂള് പോലത്തെ കൃമികളുള്ളിടത്തും അവിടെ പോയി വീണ് അത് നമ്മളെ കഴിക്കുന്നതാണെന്ന്. പക്ഷെ ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഒരുതരം കൃമിഭോജനല്ലേ? മനുഷ്യന്റെ സെല്ലുകളെ കാർന്ന് ആണോ? അപ്പൊ ഈ കൃമികുണ്ടം എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? പറയൂ. താമിശ്രം, ബന്ധതാമിശ്രം എന്നൊക്കെ 50-60 വയസ്സാകുമ്പോണ്ടല്ലോ കണ്ണിന്റെ കാഴ്ച ക്രമേണ കുറയും. കുറെ കഴിഞ്ഞ കാഴ്ച, ചിലർക്കാണെങ്കിൽ മനസ്സിന്റെ കാഴ്ച എന്നോ പോയിരിക്കണോ, ഈ രീതിയിലൊക്കെയുള്ള ദുരിതങ്ങൾ. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മളെ വേട്ടയാടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ദുരിതങ്ങളൊക്കെ നമ്മളെ അലട്ടുന്നതിന് മുമ്പ് മനസ്സിനെ ഞാൻ ഇതിലൂടെ കടന്നു പോകാൻ പരിശീലിപ്പിച്ച് ഉയർത്തി എടുക്കണം. വേണോ? അപ്പൊ ദുരിതങ്ങൾ വരുമ്പോൾ ആ ദുരിതങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എവിടെയെങ്കിലും ഓടിപ്പോയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ആ ദുരിതങ്ങളെ നേരിടാൻ, അഭിമുഖീകരിക്കാൻ, മറികടക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന വിധത്തിൽ ചില പരിശീലനങ്ങൾ,
കർക്കശമായ പരിശീലനങ്ങൾ, അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടിയാലും അതിനു വേണ്ടി മെനക്കെടുമ്പോൾ അത് പിന്നീട് തരുന്ന ഒരു മനോബലം വളരെ കൂടുതലായിരിക്കും. ഇത് നിങ്ങൾ ഓർത്തോളണം. നരകം എന്നാൽ ദുരിതമുണ്ടാക്കുന്ന അനുഭവങ്ങൾ. നരകം എന്നാൽ പല ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ. അത് പല വിധത്തിൽ നമുക്ക് വരുന്നത് കൊണ്ടായിരിക്കാം പല വിധത്തിലുള്ള നരകങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. മക്കളിലൂടെ ദുരിതം അനുഭവിക്കുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവരുണ്ടോ? ഉണ്ടോ? ദാമ്പത്യ ബന്ധങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവരില്ലേ? ഉണ്ടോ? ഉണ്ട്. സ്വന്തം വീട്ടിലെ ബന്ധുക്കൾ കാരണം ഇല്ലേ? സഹോദരി സഹോദരന്മാര് കാരണം ദുരിതം അനുഭവിക്കുന്നവരില്ലേ? പല വിധത്തിൽ മനുഷ്യന്റെ കൂടെ നരകം എന്നും ഉള്ളതാണ്. ഏതെങ്കിലും വിധത്തിൽ നരകം. ഇന്നാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ സാമ്പത്തിക ചെലവ് പണ്ടത്തേതിനേക്കാളും കൂടിക്കൂടി വരികയാണ്. അപ്പൊ പണം അതൊരാവശ്യം തന്നെയാണ്, ആണോ? അപ്പൊ അതിൻ്റെ ഒരു ചെലവൊക്കെ കൂടിക്കൂടി വരുന്നത് കൊണ്ട് അതും ഒരു ദുരിതം തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഈ ദുരിതത്തിന്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇസ്രായേലിൽ പോയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുറച്ച് മുസ്ലിം തീവ്രവാദികൾ, ഹമാസ് ഗ്രൂപ്പ്. അതിനാ ഇസ്രായേൽ ഒരു അടി അങ്ങോട്ട് അടിച്ച്, അല്ലേ? ഗാസ എന്ന് പറയുന്ന ഒരു പട്ടണത്തെ തന്നെ കംപ്ലീറ്റ്ലി തകർത്ത് തരിപ്പണാക്കി. ഒരു 5 ലക്ഷം ആളുകൾക്കെങ്കിലും വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര? 5 ലക്ഷം ആളുകളുടെ ജീവിതം നരകത്തിലാക്കി കൊടുക്കും. ബോംബിട്ട് സകലത്തും തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ച് കുറച്ച് തീവ്രവാദികൾ ചെയ്ത ദുരന്തം ഓൾമോസ്റ്റ് ഒരു 70,000 ആളുകളെങ്കിലും മരിച്ചുപോയി ഇവരുടെ ഈ യുദ്ധം കൊണ്ട്. ഒരു 5 ലക്ഷം ആളുകൾക്കെങ്കിലും വീടുമെല്ലാം നഷ്ടപ്പെട്ട് ഇന്നിപ്പോൾ ഒരു ശ്മശാന തുല്യമാണ് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലമൊക്കെ. അപ്പൊ കുറച്ചു പേര് ചെയ്യുന്ന ദുരിതത്തിന് അനുഭവിക്കുന്നത് കുറേ ആളുകളുടെ ജീവിതം ദുരിതമാക്കുക. മനസ്സിലായില്ലേ? ഇത് ഇന്ന് നമ്മൾ അങ്ങോട്ട് നോക്കണ്ട. ഒരാളുണ്ടാക്കുന്ന വീട്ടിലെ പ്രശ്നം എല്ലാവരെയും ബാധിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം ഇത് എല്ലാ നാടുകളിലും ഉണ്ട്. അവിടെ പിന്നെ അത് ബോംബിന്റെ തലത്തിലേക്ക് പോയി. ഇവിടെ അത് മാനസിക ശാരീരിക തലത്തിൽ നിൽക്കുന്നു എന്ന് മാത്രം, ആണോ? അവിടെ അത് കൂടുതൽ ഫിസിക്കൽ യുദ്ധത്തിൽ പോയി. ഇവിടെ അത് മെന്റൽ യുദ്ധത്തിലാണത്, മാനസികമായൊരു സംഘർഷത്തിലാണ്, ആണോ? അല്ലയോ? അപ്പൊ യുദ്ധം എല്ലാ കാലഘട്ടങ്ങളിലും എവിടെയും മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. അപ്പൊ ഇത് കാണാതെ പോവുകയാണോ വേണ്ടത്? ഇതൊന്നും വരരുത് എന്ന് ആഗ്രഹിക്കുകയാണോ വേണ്ടത്? അതോ മാനസികമായി കൂടുതൽ കൂടുതൽ കരുത്തുള്ളവരായി മാറുകയാണോ വേണ്ടത്? മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഏത് തരത്തിലുള്ള നരകങ്ങൾ വന്നാലും അതിനെ നേരിടാൻ മനസ്സിനെ പ്രാപ്തമാക്കുക എന്നതാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് നരകത്തെ വർണ്ണിക്കാനല്ല നരകം എഴുതി വെച്ചത്, നരകത്തെ അതിവർത്തിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കാനാണ് നരകവർണ്ണന എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നുകൂടി ആവർത്തിക്കാം. നരകത്തെ വർണ്ണിക്കുന്നതല്ല നരകവർണ്ണന, നരകത്തെ അതിവർത്തിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഏത് നരകവർണ്ണന. ഇത് എന്നും നമ്മുടെ കൂടെ ഉള്ളതാണ് നരകം എന്ന് പറയുന്നത്. കാരണം എന്നും മാനവരാശി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളെ പറഞ്ഞതുകൊണ്ട് പ്രശ്നങ്ങൾക്കൊരിക്കലും ഒരു പരിഹാരമാവുകയില്ല. പ്രശ്നത്തിന്റെ ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാൻ, അതിനെ അഭിമുഖീകരിക്കാൻ മനസ്സിനെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുക. നിങ്ങൾ നോക്കൂ, നിങ്ങൾ പ്രശ്നങ്ങളും കൊണ്ട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ പറഞ്ഞാൽ, ഗുരുവായൂരപ്പനോട് പറയാണ്, ഗുരുവായൂരപ്പ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ ചോദിക്കും, നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്? എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? ഒരെണ്ണം. എൻ്റെ കാര്യത്തിലോ? എൻ്റെ കാര്യത്തിൽ എത്ര എണ്ണം ഉണ്ട്? ഒരു തമാശയായിട്ട് പറയുന്നൊരു കഥയാണ്. ഒരാള്
തൃപ്പയാറിൽ ഉത്സവത്തിന് പോയി. തൃപ്പയാറിൽ ഭയങ്കര തിരക്കിൽപ്പെട്ട് ഇയാളുടെ ഭാര്യ മിസ്സായിപ്പോയി. ഒരു 2-3 മണിക്കൂർ തപ്പിയിട്ടും ഭാര്യയെ കാണില്ല. ഇയാൾ അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ശ്രീരാമസ്വാമിയോട് കരഞ്ഞ് പറയാണ്, സ്വാമി എൻ്റെ പേരും രാമചന്ദ്രൻ എന്നാണെന്ന്. ഈ പോയ ഭക്തന്റെ പേരും രാമചന്ദ്രനാണ്. നമ്മൾ തുല്യ ദുഃഖിത. ഇയാളുടെ ഭാര്യയുടെ പേര് സീതാദേവി എന്നാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. അങ്ങയുടെ ഭാര്യ പോയപ്പോഴുള്ള സങ്കടം അറിയാലോ. ഇപ്പം ഞാൻ അതിലൂടെ കടന്നു പോവാണ്. എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, കുറേ സമയമായി കാത്തിരിക്കണു, അവളെ ഇനി വല്ലവരും കൊണ്ടുപോയി. അതാ ഇദ്ദേഹത്തിൻ്റെ പേടി. ഇദ്ദേഹത്തിനെ വിട്ടിട്ട് അവൾ വല്ലവൻ്റെയും കൂടെ പോയോ എന്നുള്ളൊരു പേടി. ഇന്നിപ്പോൾ അതല്ലേ കാലം. ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ കൂടെ പോകുന്നതും ബസ് ഡ്രൈവറുടെ കൂടെ പോകുന്നതും ആണോ കാലം. അങ്ങനെയായി പോയല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രകടമായിട്ട് പറഞ്ഞു, നോക്കൂ സുഹൃത്തെ, ഇവിടെ ഇരുന്നിട്ട് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ ഭാര്യ പോയപ്പം എനിക്കത് ശരിയാക്കി തന്നത് ഹനുമാൻ സ്വാമിയാണ്. അപ്പം അങ്ങ് സങ്കടവും കൊണ്ട് ആരെടുത്തേക്ക് വീഴോ? അല്ല, ഹനുമാൻ സ്വാമി അവിടെ പോയി കണ്ടുപിടിച്ച് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ സീതാദേവി കണ്ടുകിട്ടാൻ പറ്റുമോ? അതുകൊണ്ട് ആദ്യം എവിടെ പോകണം? അപ്പോൾ ഒരവതാരമൂർത്തിക്കും നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റിത്തരാൻ സാധ്യമല്ല. അങ്ങനെ ഒരു ധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. ഉണ്ടോ ധാരണ? പ്രാർത്ഥിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? സാധന ചെയ്ത് പ്രശ്നങ്ങളെ അതിവർത്തിക്കുകയാണ് വേണ്ടത്. ഏതാ ഇതിൽ ശരി? ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് സാധ്യമാണോ? എനിക്ക് തോന്നുന്നില്ലേ അത് സാധ്യമാണെന്ന്. എന്നാൽ സാധന ചെയ്ത് മനസ്സിനെ ഉയർത്തിയെടുക്കാൻ സാധിച്ചാൽ, കരുത്തുള്ളതാക്കാൻ സാധിച്ചാൽ പ്രശ്നങ്ങളൊന്നും അധികം അതിനെ അലട്ടില്ല. അതല്ലേ ശരി? ഏതാ ശരി? പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നതാണോ ശരി? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, കൃഷ്ണന്റെ ജീവിതം എടുത്ത് നോക്കിയാൽ പാവം ജനിക്കുന്നത് എവിടെയാ? ഏത് സ്ഥലത്താ? കാരാഗൃഹത്തിലാണ്. ആണോ? കൊട്ടാരത്തിൻ്റെ ഉള്ളിലല്ല. ആണോ? ആ അമ്മയ്ക്ക് കൃഷ്ണന് ജന്മം കൊടുക്കാൻ 6 കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വന്നു കംസന്റെ അടുത്ത്. ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഉണ്ടോ? ഈ ദുരിതം അമ്മ അനുഭവിച്ചിട്ടുണ്ടോ? കാരാഗ്രഹത്തിൽ പ്രസവിച്ച ഉടനെ അമ്മയിൽ നിന്നും കൃഷ്ണന് മാറേണ്ടി വന്നു. ഉണ്ടോ? അവതാര പുരുഷനായ കൃഷ്ണന് പോലും ഇത്തരം ദുരിതങ്ങളിലൂടെ കടന്നു പോവേണ്ടതുള്ളതെങ്കിൽ കൃഷ്ണനോട് പ്രാർത്ഥിച്ച കൃഷ്ണൻ പറയും, നിങ്ങൾ എൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ ഒന്ന് വായിക്കുമെന്നും, ഞാൻ എങ്ങനെയൊക്കെ കടന്നു പോയതെന്നുള്ളത് നിങ്ങളൊന്ന് വായിക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതം എന്താണെന്ന്. മനസ്സിലായില്ലേ? ഇതെങ്ങനെയോ നമ്മുടെ ഇടയിൽ ഒരു അന്ധമായി വന്നു പെട്ടതാണ്. ഏത്? പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്ന്. അതിൽ ഈ ജ്യോതിഷികൾക്ക് ഞാൻ അവരെ കുറ്റം പറയല്ല, അതിത്തിരി അവർ അബദ്ധം ചെയ്തിട്ടുണ്ട്. കാരണം അവരാണ് ഇത് വെറുതെ പ്രചരിപ്പിച്ചത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സമയം നല്ലത് വരും, അതിങ്ങനെ കഷ്ടകാലം ഉള്ളതൊക്കെ കാത്തിരിക്കുകയാണ്. അത് ഇവരിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു പലരെയും. എന്ത്? ഇപ്പം നിങ്ങൾക്ക് ശുക്രൻ്റെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ശനിയുടെ അപഹാരമാണ്, അടുത്തൊരു 1.5 വർഷം കഴിയുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഒരാൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. അദ്ദേഹം പോയപ്പോൾ തന്നെ ജ്യോത്സ്യൻ്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി വലിയ പ്രശ്നത്തിലാവുന്നത് എന്ന് പറഞ്ഞു. എന്താണ്? ഒരുപാട് സാമ്പത്തികമായിട്ട് കടണ്ട് സാർ, കുടുംബജീവിതമാണെങ്കിൽ സാമ്പത്തിക പ്രശ്നം കാരണം ഒന്നും ശരിയല്ല, എന്നും ഭാര്യയായിട്ട് വഴക്കാണ്, മക്കൾക്കൊരു ബഹുമാനമില്ല, ആരോഗ്യ പ്രശ്നവും വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അങ്ങേക്കിപ്പോൾ ശനിയുടെ അപഹാരമാണ്, ഒരു 1.5 കൊല്ലം കഴിഞ്ഞാൽ ശരിയാവുന്നു. എത്ര? അപ്പം അങ്ങേക്ക് മാറുന്നു. അപ്പം ഇദ്ദേഹം ചോദിക്കണം, 1.5 കൊല്ലം കഴിഞ്ഞാലൊന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഒരു ശീലമായിക്കൊള്ളുന്നു. കാരണം അങ്ങ് ഇപ്പോഴേ കരയുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ ഒരു 1.5 കൊല്ലം കഴിഞ്ഞാലും ഈ കരയുന്ന സ്വഭാവത്തിന് യാതൊരു ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെയാണ് കൂടെ ഉണ്ടാവുക. മനസ്സിലായില്ലേ? അങ്ങനെ ചില ആളുകൾ ഒരു തെറ്റിദ്ധാരണയിലാണ്. ഞാൻ സത്യത്തിൽ ഇതിനൊന്നും എതിരല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നിങ്ങളുടെ സമയം നല്ലതാക്കി എടുക്കുന്നത് ഒരു കാലവുമല്ല. നിങ്ങളുടെ സമയം നല്ലതാക്കി തീർക്കുന്നത് നിങ്ങളുടെ മനസ്സ് നല്ലതാണോ ജീവിതം നല്ലതാണ്. മനസ്സ് ശരിയല്ലേ
എത്ര അനുകൂലമായി എന്തുണ്ടായിട്ടും എന്താ മിണ്ടാത്ത നിങ്ങള് നോക്കൂ. നിങ്ങൾ നല്ല സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പായസം കൊണ്ട് വിളമ്പുമ്പോൾ ആ നല്ലൊരു പായസം, എല്ലാവരും പറഞ്ഞ പായസം നന്നായിട്ട്, ആ പായസം കുടിക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളോട് പറയാം, അയ്യോ ആ പായസം കുടിച്ചു എന്ന്. എന്ത് പറ്റി? അല്ല, കുടിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടോളൂ, നീ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കുക, ഒരു സദ്യ കഴിച്ചിട്ട് ഈ പായസം കുറച്ച് കഴിക്കുകയും ചെയ്തു, ഇതിലെന്തോ ഒരു അപകടം പെട്ടു എന്നുള്ള സംശയത്തിൽ പിന്നെ നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ തോന്നും. എവിടെയെങ്കിലും ഒന്ന് ഇതുകൊണ്ട് കളഞ്ഞ സമാധാനം അല്ലേ? ഒരു നിമിഷം കൊണ്ടൊരു ഡൗട്ട് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അതോടുകൂടി ജീവിതം അല്ലേ ആസ്വദിക്കാൻ പറ്റുന്നത് അവിടം കൊണ്ട് തീർന്നു. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ആണോ അല്ലയോ? ആ ഒരു കാലഘട്ടത്തിൽ ആ കോവിഡ് ഉള്ള സമയത്ത് അനുഭവമല്ലേ നമുക്ക്? കോവിഡ് ഉള്ള സമയത്ത് ആരെങ്കിലും അടുത്തിരുന്ന് തുമ്മി അപ്പം നമുക്ക് പേടിയായി, ഇത് നമുക്ക് കിട്ടുമോ എന്നുള്ളത്. കാരണം അത്രയും പേടിച്ച ഒരു കാലം. ആണോ അല്ലേ? അപ്പൊ ഈ തരത്തിൽ മനസ്സിനൊരു പേടി വന്ന്, മനസ്സിനൊരു അസ്വസ്ഥത വന്നാൽ അത് ജീവിതത്തെ തന്നെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ഭാഗവതത്തിലും ഗീതയിലൊക്കെ കൃഷ്ണൻ പറഞ്ഞത്, കരുത്തുള്ള മനസ്സ് നേടിയെടുക്കൂ, അതിനുവേണ്ടി പ്രയത്നിക്കൂ. അത് തന്നെയാണ് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നരകത്തെ മറികടക്കാനുള്ള, ദുരിതത്തെ മറികടക്കാനുള്ള വഴി. എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഓർക്കണം, മനസ്സിന് കരുത്തുണ്ടെങ്കിൽ നരകം കടക്കാൻ എളുപ്പമാണ്. മനസ്സിന് കരുത്തില്ലെങ്കിൽ ദുരിതം നരകത്തിലും നരകമായി മാറും. മനസ്സാണ് തീരുമാനിക്കുന്നത് ദുരിതം നരകമാക്കണോ, മനസ്സാണ് തീരുമാനിക്കുന്നത് നരകത്തെ മറികടക്കാൻ കരുത്ത് വേണോ എന്നൊക്കെ. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ഇത് ക്ലിയർ ആയിട്ടുണ്ടോ, പിന്നെ അതിൻ്റെ പണിപ്പുരയിൽ ഇരിക്കുക. ഇതിനെങ്ങനെ എനിക്ക് കരുത്തുള്ളതാക്കി തീർക്കാൻ സാധിക്കും? ഈ ഒറ്റ കാര്യം നിങ്ങളുടെ തലയിൽ ഉറച്ചു കിട്ടിയാൽ ഭാഗവതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉത്തമ വഴികാട്ടിയായിട്ട് മാറും. ഇതാണ് ഇവിടെ പറയാനുള്ളത്.